പരിസരത്തുള്ള തമിഴ് മാത്രം അറിയുന്ന സഹോദരന്മാർ വളരെ ന്യൂനപക്ഷമെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. നമ്മളെ 10 തലയെക്കെട്ടിൻ്റെ ഇടയിൽ ഒരു 4 തലയെക്കെട്ടില്ലാത്തവരിരുന്ന അറിയില്ലാന്നേ ഉള്ളൂ. നമ്മൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ആകെ നമ്മളായി കാണുന്നവരും എന്ന് വിചാരിക്കുന്നതേ ഉള്ളൂ. നിങ്ങളുടെ കൂട്ടത്തിൽ തമിഴ് മാത്രം അറിയുന്ന ഒരുപാട് ശ്രോതാക്കളുണ്ട്. അപ്പുറം ഇപ്പുറം നിൽക്കുന്നവരിൽ തമിഴ് മാത്രം അറിയുന്ന ശ്രോതാക്കളുണ്ട്. ആ ശ്രോതാക്കൾക്ക് വേണ്ടി ഇവിടെ നടത്തിയ ഹദറത്തുമാരുടെ പ്രസംഗങ്ങൾ തീർച്ചയായും സാർത്ഥകമാണ്, ഫലപ്രദമാണ്. നമുക്കതറിയേറ്റ നമ്മളറിയാത്തോടത്ത് ഉത്തിരിക്കുമ്പോൾ നമുക്കിത് പിരാന്തൊഴിക്കും. നമുക്ക് ലേശമൊക്കെ സഹിക്കാതെയും പൊറുക്കാതെയും പലതും പറ്റുമോ മുമ്പിനിങ്ങളെ? നമ്മൾ മാത്രമേ ദുന്യാവിലുള്ളൂ, നമുക്ക് മാത്രമേ അത് അറിഞ്ഞാൽ മതി, നമ്മൾ മാത്രമേ ഈ സംഘം വിചാരിച്ചാൽ മതി എന്ന് പറയുന്നത് മോശം വിചാരമല്ലേ? അങ്ങനെ നമ്മൾ താഴാമോ? വേറെ ആര് താണാലും നമ്മൾ താഴാൻ പാടില്ല. നമ്മൾ ഇതുവരെ അങ്ങനെ താണിട്ടില്ല. ഉയരേണ്ടടുത്ത് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ നമ്മുടെ നേതാക്കൾ നമ്മെ ആർജവമുള്ളവരാക്കിയിട്ടുണ്ട്, സജ്ജരാക്കിയിട്ടുണ്ട്. ആ അണികളാണ് നമ്മളൊക്കെ, നമ്മുടെ നേതാക്കളെ പിന്തുടരുന്ന അണികൾ. കേരളത്തിൽ മറ്റു സംഘടനകൾക്കാർക്കും കിട്ടാത്ത ഏറ്റവും വലിയ മഹാഭാഗ്യം 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ അന്ത്യാർത്ഥത്തിൽ ഏറ്റവും പ്രഗത്ഭരായ കേരളത്തിലെ 2 നിസ്തുല ഉലമാക്കളുടെ പിന്നിൽ അണിനിരക്കുവാൻ ഭാഗ്യം ലഭിച്ച ശംസുൽ ഉലമായുടെയും താജുൽ ഉലമായുടെയും കീഴിൽ സംഘടനാ പ്രവർത്തനം നടത്താൻ, ഇസ്ലാമിക ആശയങ്ങൾ പഠിക്കാൻ, ഉസൂലും ഫുറൂഉം പഠിക്കാൻ സന്ദർഭം കിട്ടിയിട്ടുള്ളവരാണ് നാം. ഒരുപക്ഷേ നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന ഏറ്റവും വലിയ ഉപകാരം നമ്മൾ ഇക്കാലം അത്രയും നമസ്കരിച്ചതല്ല, നമ്മൾ ഇക്കാലം അത്രയും എന്തെങ്കിലും അമൽ ചെയ്തതല്ല, ഞാനും നിങ്ങളും ഇക്കാലം അത്രയും പ്രസംഗിച്ചതല്ല. നമുക്കൊരു പക്ഷേ ആഖിറത്തിൽ ഏറ്റവും അധികം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന നമ്മുടെ റജായുടെ ഏക പിടിവള്ളി ബഹുമാനപ്പെട്ട താജുൽ ഉലമായും ശംസുൽ ഉലമായും നമ്മെ അറിയുമല്ലോ, നമ്മുടെ മുഖം കണ്ടാൽ അവർ അറിയുമല്ലോ. നമ്മൾ മഹ്ശറിലൂടെ ശരണം കാണാതെ, ആരെ പിടിക്കുമെന്നറിയാതെ, ആരുടെ കോന്തല പിടിക്കുമെന്നറിയാതെ ഉഴലുന്ന സമയത്ത് നമുക്ക് എവിടെയും തിരയാൻ പറ്റുന്ന 2 മഹാത്മാക്കളായ വലിയ മഹാത്മാക്കൾ നമ്മുടെ നേതാക്കളായുണ്ടല്ലോ. നാം മനസ്സിലാക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഭക്തിയുടെയും തഖ്വയുടെയും വറയിൻ്റെയും എൽമിൻ്റെയും കേദാരങ്ങളായിരുന്ന ആ ശംസുൽ ഉലമായുടെയും താജുൽ ഉലമായുടെയും പിൻഗാമികളാണ് നാം. നിങ്ങളിൽ പലരും കൊച്ചു സഹോദരന്മാരും സുഹൃത്തുക്കളും അനുജന്മാരും ഈ 2 മഹാത്മാക്കൾ അറിയില്ലെങ്കിൽ ആ മഹാത്മാക്കൾ അറിയുന്ന ഞങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ തമ്മിൽ അറിവുള്ള ആ അറിവുണ്ടെങ്കിൽ, നമ്മളിൽ ആരെങ്കിലും ആഖിറത്തിൽ രക്ഷപ്പെട്ടെങ്കിൽ നമുക്കൊന്നിച്ച് ബഹുമാനപ്പെട്ട താജുൽ ഉലമായുടെയും ശംസുൽ ഉലമായുടെയും കൂടെ ബഹുമാനപ്പെട്ട ഈ 2 മഹാത്മാക്കളുടെ മഹത്തുക്കളായ ഗുരുപരമ്പരയിലെ കണ്ണികളോടൊപ്പം അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലിവാഉൽ ഹംദിന് കീഴിൽ ഒത്തുകൂടാനും നബിയോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാനും അല്ലാഹു തുണക്കുമാറാവട്ടെ. പടച്ചവനെ, ഞങ്ങളുടെ ഏറ്റവും വലിയ റജയാണ്, ആശയാണിത്. ഇതിനി നിറവേറ്റണമേ റഹ്മാനെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന അവസാനിക്കുന്നില്ല. നാളെ 5 മണി വരെ നമുക്ക് പ്രാർത്ഥന തന്നെയാണ്, പ്രവർത്തനവും പ്രാർത്ഥനയും. നാളെ 4 മണിക്ക് അവസാനിക്കുമ്പോൾ ആ സമാപന ദുആയിൽ കൂടിയിട്ട് SYF-നെ സ്നേഹിക്കുന്ന, അല്പം ഒഴിവുള്ള, തിരക്കും വലിയ പ്രയാസവുമില്ലാത്ത പ്രവർത്തകന്മാരൊക്കെയും പിരിഞ്ഞു പോകാവൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ 30-ാം വാർഷികത്തിൻ്റെ ഈ മുഹൂർത്തത്തിൽ കടമകളറിഞ്ഞ്, ധർമ്മമറിഞ്ഞ്, ചുമതലകളറിഞ്ഞ് ഇന്ന് വരെ പ്രവർത്തിച്ച, അങ്ങനെ പ്രവർത്തിക്കാൻ വേണ്ടി മാത്രം നമ്മുടെ ഉലമാക്കൾ വരച്ചു കാണിച്ച് മാതൃക നിന്ന ആ ഉലമാക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഈ സംഘം ഇപ്പോൾ നാം വന്നുപെട്ടിരിക്കുന്ന ഒരു വിപത്തിൻ്റെ മുൻപിൽ കൂടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കേരളം ഇന്നിവിടെ വായിച്ചു കേട്ട പ്രമേയം നിങ്ങൾ കേട്ടല്ലോ. ഒരു വലിയ ഭക്ഷ്യക്ഷാമത്തിൻ്റെ പിടിയിൽ അമരുകാൻ പോവുകയാണ് ലോകം. കേരളമല്ല ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിന് ഭക്ഷണത്തിൻ്റെ പേരിലുള്ള കലാപകാരികൾ ആ പ്രസിഡന്റ് സ്ഥാനത്തിന് ഇത് താഴെ ഇറക്കി. ഇന്ന് ലോകം ഭരിക്കുന്ന സംഘം ഒന്നിച്ചു പറയുന്നത് ഇങ്ങനെ വലിയ കലാപം, ഭക്ഷണത്തിന്റെ പേരിലുള്ള യുദ്ധമായിരിക്കും ഇനിയത്തെ ലോകയുദ്ധമെന്നാണ്. നിങ്ങൾ ഓർക്കണം, ഇറാഖും ഇറാനുമല്ല ഭക്ഷണത്തിന്റെ പേരിലുള്ള യുദ്ധം. പണ്ടത്തെ കാലത്ത് പട്ടിണി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാമഹന്മാരുടെ കാലത്തെ പട്ടിണി. ഹാഷിം എന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു പിതാമഹൻ അന്ന് ജനങ്ങൾക്കിടയിൽ പിരിശപ്പെട്ടിരുന്നതും അന്ന് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ല സംഘത്തെ രൂപീകരിച്ചതും അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപ്പാപ്പ അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാഷിമുൻ അബ്ദു മനാഫിം മുൻതസിബ്. അബ്ദുൽ മുത്തലിബിന്റെ പിതാവ് ഹാഷിം, അല്ലാഹുവിന്റെ റസൂലിന്റെ 2-ാം ഉപ്പാപ്പ. ആ ഉപ്പാപ്പ സാധുക്കളെ സംരക്ഷിക്കുന്ന ഒരു സംഘവും സാധുക്കളെ സംരക്ഷിക്കേണ്ട ഒരു ധർമ്മവും അതിനു വേണ്ടി തന്നെ ഒരു വലിയ വ്യവസ്ഥിതിയും ആ നാട്ടിൽ ഉണ്ടാക്കി വെക്കാൻ കാരണം എന്തായിരുന്നു? അത്രേ
പട്ടിണി കിടന്നിട്ട് ഒരിറ്റ് വെള്ളം കുടിക്കാൻ വഴിയില്ലാതെ, ക്ഷുത്തടക്കാൻ മാർഗമില്ലാതെ ഒറ്റിയ വയറുമായി കഴിയുന്ന മനുഷ്യൻ മരിക്കാൻ വേണ്ടി ചുട്ടുപഴുത്ത മണൽ പരപ്പിൽ പോയിട്ട് മലർന്നു കിടക്കും. മരിക്കുന്നത് വരെ കിടക്കുക, എന്നിട്ട് മരിക്കുക. അതാണ് അന്നത്തെ പട്ടിണി മരണം. സാക്ഷാൽ അർത്ഥത്തിലുള്ള പട്ടിണി മരണം, പട്ടിണി കടന്നു മരിക്കുക. അങ്ങനെയുള്ള പട്ടിണി മരണത്തെ അവസാനിപ്പിക്കാനാണ് ലഇലാഫി ഖുറൈശ് ഇലാഫിഹിം റിഹ്ലതശ്ശിതാഇ വസ്സൈഫ്. ഈ രണ്ട് യാത്രകൾ, അതായത് ശിതായിലും സൈഫിലും യമനിലേക്കും ഷാമിലേക്കും കച്ചവട യാത്ര ചെയ്യാൻ പറ്റുന്ന രണ്ട് വിസകൾ, രണ്ട് രേഖകൾ. അതിൽ ഒന്നാമതായി ഷാമിലേക്ക് പോകാൻ പറ്റുന്ന രേഖയുണ്ടാക്കിയിട്ടുള്ളത് ആരാണെന്നറിയുമോ? അറബികൾക്ക്, മക്കയിലെ അറബികൾക്ക്. വെറും കൽമലകളെ കൊണ്ട് മറഞ്ഞു നിൽക്കുന്ന മക്കയിൽ കൃഷിയുണ്ടോ, ഭൂമിയുണ്ടോ? സംസം എന്ന ആ മഹത്തായ അത്ഭുത ജലമല്ലാതെ വേറെ വല്ല വെള്ളവും കിട്ടാനുണ്ടോ? ആ മണ്ണിൽ പട്ടിണി കടന്ന് പൊരിയുന്ന ആളുകൾക്ക് എന്തെങ്കിലും ജീവിതത്തിനൊരു വഴി കണ്ടെത്താൻ, ജീവിതത്തിൻ്റെ ഒരു മാർഗം തുറക്കാൻ വേണ്ടി യമനിലേക്ക് യാത്ര പോയിട്ട് അവിടുത്തെ ഭരണകർത്താവിന് ആജാനുബാഹുവായ ഹാഷിമിൻ്റെ സുന്ദരമായ മുഖം, സുന്ദരമായ വ്യക്തിത്വം, ആ ബോഡി കണ്ടിട്ട്, അതിസുന്ദരനായ ഹാഷിമിന്റെ ഈ വ്യക്തിത്വം കണ്ടിട്ട് ഇത് കുലീനനാണ്, ഇത് മഹാനാണ്, ഇത് പ്രഗത്ഭനാണ് എന്ന് മനസ്സിലാക്കി അവിടുത്തെ ഭരണാധികാരി ആദരിച്ചപ്പോൾ ഈ ആദരവ് മുതലെടുത്തുകൊണ്ട് ആ രാജ്യത്തേക്ക് കച്ചവടത്തിന് വേണ്ടി ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ആളുകൾ വരാൻ ഒരു പാസ്പോർട്ട് നിങ്ങൾ തരണം, അല്ലെങ്കിൽ ഒരു വിസ നിങ്ങൾ തരണം. ഇന്നത്തെ ഭാഷയിലുള്ള ഒന്നും അവർക്ക് ഫിറ്റാവില്ല. ഞാൻ തിരിയാൻ വേണ്ടി പറയണം. ഒരു രേഖ, ഈ രേഖയുടെ പേരാണ് ഇലാഫ്. ഖുറൈശികൾക്ക് ലഭിച്ചിട്ടുള്ള ആ മഹത്തായ രേഖ. ഇലാഫിഹിം റിഹ്ലതശ്ശിതാഇ വസ്സൈഫ്. ശൈത്യകാലത്തും ഉഷ്ണകാലത്തും യമനിലേക്കും അതുപോലെ ഷാമിലേക്കും പോകാനുള്ളൊരു വലിയ പത്രം കിട്ടിയില്ലേ, അനുമതി പത്രം. ആ അനുമതി പത്രം കിട്ടിയതിനെ അധികരിച്ചുകൊണ്ട് അതിന് വഴി ഒരുക്കി തന്ന റബ്ബ്, ഫല്യഅ്ബുദൂ റബ്ബ ഹാദിഹിൽ ബൈത്തില്ലദീ അത്അമഹും മിൻ ജൂഅ് വആമനഹും മിൻ ഖൗഫ്. എല്ലാ ശത്രു ഭയങ്ങളിൽ നിന്ന് നിർഭയത്വം നൽകുകയും പട്ടിണി കിടന്നുകൊണ്ട് മലർക്കിടന്ന് വെയിലിന്റെ ചൂടേറ്റ് അടിയിൽ മണൽപ്പരപ്പിന്റെയും പഴുപ്പിന്റെയും ചൂടേറ്റ് കത്തിയെരിയുന്നതായ മാംസഗന്ധത്തിന്റെ മണം വരെ പ്രസരിപ്പിച്ചുകൊണ്ട് മരിക്കാൻ കിടന്ന ഒരുപാട് പട്ടിണി മരണത്തിൽ അനുഭവപ്പെട്ട പട്ടിണിയുടെ പേക്കോലങ്ങളില്ലേ, ആ പട്ടിണിയിൽ നിന്ന് നിങ്ങളെ പോറ്റി രക്ഷിച്ച് നിങ്ങൾക്കൊരു മാർഗം കണ്ടെത്തിയത് കഅബയുടെ നാഥനാണ്. ആ കഅബയുടെ നാഥന് നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ തരപ്പെട്ടവരാണ്. നിങ്ങൾക്ക് ഈ രേഖ ലഭിച്ചതിന്റെ പേരിൽ മാത്രമെന്നാണ് നമ്മളോതുന്ന ലഇലാഫി ഖുറൈശിന്റെ പാഠം. ഇത് നൽകിയത് ഹാഷിമ. അന്നത്തെ കാലത്തായി പട്ടിണി മരണം കേട്ടത്. പക്ഷേ ഇന്നിപ്പോൾ കേൾക്കുന്നത് ഇന്ത്യ രാജ്യത്ത് പൊള്ളുന്ന വില കൊടുത്തിട്ട് അരി മേടിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ, അരി കിട്ടാതായിട്ടില്ല നമ്മുടെ ഇന്ത്യയിലെങ്കിലും, അരി പൊള്ളുന്ന വില കൊടുത്തിട്ട് അരി മേടിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ വിശപ്പ് മാറാതെ പ്രയാസപ്പെട്ട് രോഗികളായി പോഷകാഹാരത്തിൻ്റെ കുറവ് കൊണ്ട് ആരോഗ്യപരമായി തളർന്ന് പട്ടിണി മരണം ഇവിടെ വരാൻ പോകുന്നു. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഇതൊക്കെ വരും. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. നിങ്ങൾ നല്ലവരാണോ? കപടവിശ്വാസികളാണോ? നിങ്ങളുടെ വിശ്വാസം യഥാർത്ഥമാണോ? നമ്മൾ കപടവിശ്വാസി എന്ന് കേൾക്കുമ്പോൾ ഇതേതോ ഒരു കാഫിരീങ്ങൾ എന്ന് തന്നെ വിചാരിക്കില്ലേ. കാഫിരീങ്ങളായ കപടവിശ്വാസികളുണ്ട്. അവരാണ് ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ എന്ന് നരകത്തിന്റെ അടിത്തട്ടിൽ പോകുന്ന മുനാഫിഖീങ്ങൾ. ആ വിഭാഗത്തിൽ അല്ലാഹു നാം ആരെയും പെടുത്താതിരിക്കട്ടെ. വേറെ കൂട്ടം മുനാഫിഖീങ്ങൾ എന്ന് പറഞ്ഞാൽ വിശ്വാസം വേരോടിയിട്ടില്ലാത്ത മുസ്ലിമീങ്ങൾ. നമ്മളിവിടുത്തെ വിദ്യാർത്ഥികാരൊക്കെ ആയിപ്പെട്ടതാണ്. അതാണ് ഈ ഇസ്ലാഹി പ്രസ്ഥാനം എന്നറിയുമ്പോൾ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ എന്ന് പറയുന്ന സമയത്ത് മഹാനായ ഇമാം ബൈളാവി തങ്ങളവറുകൾ തഫ്സീർ എഴുതുമ്പോൾ ലം യൗതു ബഅദു, ഇങ്ങനൊരു കൂട്ടർ ഇന്ന് വരെ വന്നിട്ടില്ലല്ലോ, ഇത് വരാനിരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. സത്യം തന്നെയാ. ഇപ്പൊ യാഥാർത്ഥ്യമായി നമ്മൾ പുലരെ. അന്നത്തെ കാലത്ത് ഇമാം ബൈളാവി തന്റെ കാലത്തിന് മുൻപുള്ള ഏതാണ്ട് 6 നൂറ്റാണ്ട് പരിശോധിച്ചിട്ട് ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു പറയുന്നത്, വഇദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർളി ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. നിങ്ങൾ വിശ്വാസരാഹിത്യം ഉണ്ടാക്കരുതേ, വിശ്വാസക്കുഴപ്പമുണ്ടാക്കരുതേ എന്ന് അവരോട് മുഅ്മിനീങ്ങളായ ആളുകൾ പറഞ്ഞാൽ, ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ ഇസ്ലാഹിന്റെ ആളുകൾ മാത്രമാകുന്നു, ഞങ്ങളിൽ ഇഫ്സാദ് ലവലേശമേ ഇല്ല എന്നവർ പറയും.
ഇമാം ബൈളായി പറയുന്നു, കഴിഞ്ഞ 7 നൂറ്റാണ്ട് കാലത്തെ മുസ്ലിമീങ്ങളുടെ ചരിത്രത്തിൽ ഞാൻ പരിശോധിച്ചിട്ട് ലം യൗതു ബഅദു ഇങ്ങനെ പറഞ്ഞ ഒരു കൂട്ടർ വന്നിട്ടില്ല. ഫസാദ് ഉണ്ടാക്കല്ലേ, കുഴപ്പമുണ്ടാക്കല്ലേ, നാട്ടിൽ അനൈക്യം ഉണ്ടാക്കല്ലേ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇസ്ലാഹി പ്രസ്ഥാനക്കാരാണ് എന്ന് പറയുന്നൊരു കൂട്ടർ വന്നിട്ടില്ല. ഇന്ന് നമ്മൾ പറയോ? നമ്മളത് കണ്ണുകൊണ്ട് കണ്ടില്ലേ? ഇതാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആന്റെ മുഅ്ജിസത്താണിത്, തെളിയിക്കുന്ന മുഅ്ജിസത്ത്. അതിന്റെ പ്രവചനങ്ങളെല്ലാം അക്ഷരം പതി പുലരും. ഇത് പുലരൂലാന്ന് ഓർത്തിട്ട് വെറുതെ ദുർവ്യാഖ്യാനം ചെയ്യാ ഓരോരോ കൂട്ടര്. വാസ്തവത്തിൽ ശരിക്ക് പുലരും. ആ പുലർച്ചയാണ് ഇസ്ലാഹി പ്രസ്ഥാനം എന്നു തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ നടത്തുന്നത് നവോത്ഥാനമാണ്. ആ നവോത്ഥാനത്തിന്റെ പേര് ഇസ്ലാഹ് എന്നാണ്. ഇത് ശുഐബ് നബി മുതൽ ഹൂദ് നബി വരെ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു നിലയാണ്. അതിൻ്റെ ആളുകൾ ഞങ്ങളാണ് എന്ന് ഇസ്ലാഹി പ്രസ്ഥാനം എന്ന ഭാഷ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പറയാൻ ഒരു മുനാഫിക്കുകളെ അല്ലാഹു തആല സൃഷ്ടിച്ചില്ലേ? ആ മുനാഫിക്കുകൾ മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങളുടെ മുനാഫിക്കുകളിൽ ചിലപ്പോൾ നമ്മളൊക്കെ പെട്ടേക്കാ. ഇദാ ഹദ്ദസ കദബ് വഇദാ തുമിന ഖാൻ വഇദാ ഖാസമ ഫജർ. ഇതൊക്കെ അത്തരം മുനാഫിക്കുകളുടെ ലക്ഷണമാണ്. അള്ളാഹു ആ ലക്ഷണങ്ങളിൽ നിന്നും അത്തരം നിഫാഖിൽ നിന്നും നാം ഏവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. അത് മുസ്ലിമീങ്ങളുടെ ഇടയിലുള്ള നിഫാഖ. അതിൻ്റെ ഒരുപടി അടയാളങ്ങൾ ഖുർആനിൽ കാണാം. അതിൻ്റെ ഒരുപാട് അടയാളങ്ങൾ നമ്മളിലൊക്കെ ശേഷിച്ചിരിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. നെഞ്ചിലേക്ക് കൈവച്ച് ചോദിക്കണം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാറുണ്ട്, നിഫാഖിനെ കുറിച്ച് മാത്രം പറയുന്ന ആയത്തുകൾ എടുത്താൽ 100 കണക്കിന് വരും. ആ സ്വഭാവങ്ങൾ മാത്രമുള്ളവർ ഗന്ധമെഴുതിയാൽ നമ്മളൊക്കെ മുനാഫിക്കുകളാണെന്ന് ബോധ്യപ്പെടും. നമ്മളിൽ പലരും മുനാഫിക്കുകളാണെന്ന് ബോധ്യപ്പെടും. നമ്മൾ വലിയ ഹോജാമാരാണ്, അവരാണെന്നൊക്കെ വിചാരിക്കുന്നവരൊക്കെ ഇതിൽ പെടും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത്തരം നിഫാഖിൻ്റെ ചിഹ്നങ്ങൾ വാസ്തവത്തിൽ നമ്മൾ ഉണ്ടാവരുത്. ഞാൻ പറഞ്ഞ എന്തിനാ? ഇത്തരം നിഫാഖ് നമ്മുടെ കൂട്ടത്തിൽ മുസ്ലിമീങ്ങളിലുള്ള നിഫാഖ് എന്ന് പറയുമ്പോൾ ശരിയായത്. അങ്ങനത്തെ മുനാഫിക്കീങ്ങളാണോ ശരിയായ വിശ്വാസികളാണോ? അതായത് ആണ്ടിറങ്ങിയ വിശ്വാസം ഉണ്ടോ? അള്ളാഹുവും റസൂലും പറഞ്ഞു വന്ന് കേട്ടാൽ അത് അക്ഷരം പതി അനുസരിക്കുന്ന മുഅ്മിനീങ്ങളുണ്ടോ? നിഷേധം അവിടല്ല. നിഷേധത്തിന്റെ അടയാളം ചെറുതാണ്. കാര്യമൊക്കെ ശരി അന്വേഷിക്കാരം, പക്ഷേ നിഷേധത്തിന്റെ അടയാളം നമ്മൾ മനസ്സിലാക്കി. ഹാറൂൺ റഷീദ് തങ്ങൾ ഇസ്ലാമിന് വളരെ വലിയ സേവനം ചെയ്ത ആളാണ്. തൻ്റെ ഭരണകാലത്ത് ലോകം മുഴുക്ക ഇസ്ലാമിൻ്റെ ഭരണത്തിൻ്റെ ഖലീഫയായി താൻ മാറുമ്പോൾ ഒരു ദിവസത്തെ വരുമാനം തന്നെ ഒരുപാട് ദീനാറുകളായപ്പോൾ അദ്ദേഹത്തിൻ്റെ പണം ചെലവഴിക്കുന്നത് തൻ്റെ ഇഷ്ടം പോലെയും സ്വന്തമായി വരുന്ന ഹദിയകൾ തന്നെ ചെലവഴിക്കുന്നത് തൻ്റെ അഭിഷ്ടം പോലെയുമായി. പക്ഷെ അതൊക്കെ പണ്ഡിതന്മാരെയും പുകഴ്ത്തൽക്കാരെയും ശരിക്കും കൊടുക്കുന്ന കൊടുതിയായിരുന്നു. അതായത് ഹാറൂൺ റഷീദ് തങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും തങ്ങളും അബ്ബാസ് എന്നവരുടെ പരമ്പരയിലെ ഏറ്റവും പ്രിയപ്പെട്ട മകനാണ് ബഹുമാനപ്പെട്ട ഹാറൂൺ റഷീദ്. ഹുദൈൽ ഇബ്നു ഇയാദിന്റെ വഅദ് കേട്ട് അങ്ങനെ അനേകം സൂഫിയന്മാരുടെ വഅദ് കേട്ടിട്ട് ഞെട്ടിത്തെറിച്ച് ബോധരഹിതനായി പോയ ഒരു ഭരണാധികാരിയെ ലോകത്ത് കാണാൻ കഴിയുമോ? അതാണ് ഹാറൂൺ റഷീദ്. ആ ഹാറൂൺ റഷീദ് തങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു വലിയ മുഹദ്ദിസ് തൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഹദീസ് ചൊല്ലി. ആ ഹദീസ് ചൊല്ലിയത് ഏതാണെന്നറിയോ? മൂസാ നബിയും ആദം നബിയും തമ്മിൽ തർക്കിച്ച ഹദീസാണ്. നമ്മളൊക്കെ മിഷ്കാത്തിലൊക്കെ ഓതുന്ന ഹദീസ്. ഈ ഹദീസിൽ മൂസാ നബിയും ആദം നബിയും തമ്മിൽ തർക്കിച്ചു, നിങ്ങളല്ലേ സ്വർഗത്ത് പ്രവേശിപ്പിച്ചിട്ട് വിലക്കപ്പെട്ട് തിന്നത് എന്ന്. അപ്പോൾ ആദം നബി അലൈഹിസ്സലാം അങ്ങോട്ട് തിരിച്ചു ചോദിച്ചു, നിങ്ങൾ മൂസ തൗറാത്ത് അള്ളാന്റെ കലാമല്ലേ? അള്ളാഹു താലാന്റെ കലാമ് പണ്ടേ ഉള്ളതല്ലേ? ആ കലാമിൽ നിങ്ങൾക്ക് ഇറക്കി തന്നതിലില്ലേ ആദം നബി അള്ളാഹു താലാന്റെ കൽപ്പന അനുസരിച്ചില്ല എന്ന്? അപ്പൊ നമ്മളെല്ലാവരും പടക്കപ്പെടുന്നതിന് മുമ്പ്, മനുഷ്യനുണ്ടാകുന്നതിന് മുൻപ് അള്ളാന്റെ കലാമിലുള്ള അത് യാഥാർത്ഥ്യമാക്കാനല്ലേ അള്ള ചെയ്തത് എന്ന് ആദം നബി അലൈഹിസ്സലാം മൂസാ നബിയോട് പറഞ്ഞപ്പോൾ ഫഹജ്ജ ആദമു മൂസാ നബി ലക്ഷ്യത്തിൽ മുട്ടിച്ചു, ഉത്തരം മുട്ടിച്ചു. മൂസായെ നീ ഹദീസിന്റെ അവസാനത്തിലുണ്ട്. ഇത് കേട്ടപ്പം കൂട്ടത്തിലെ നിഷേധി ആരുമല്ല, ഹാറൂൺ റഷീദ് തങ്ങളുടെ പിതൃവ്യൻ. അറബികളെ സംബന്ധിച്ചിടത്തോളം പിതൃവ്യൻ എന്ന് പറയുന്നത് അതായത് പിതാവിന്റെ സഹോദരൻ, സ്വന്തം ബാപ്പയേക്കാൾ വിലപ്പെട്ട, ബാപ്പയെ പോലെയെങ്കിലുമുള്ള മഹാനാൻ. പിതൃവ്യനും പിതൃവ്യന്റെ മക്കളും അമ്മും ഇബ്നു അമ്മും വളരെ വലിയ സ്ഥാനമാണ്. ആ അമ്മാണ് അവിടെ നിഷേധമായി ചോദിച്ചത്, മൂസാ നബി ആദം നബി എവിടെ വെച്ചിട്ടാണ് ഈ കൂടിക്കാഴ്ച നടന്നത് എന്നൊരു ചോദ്യം. എവിടെ വെച്ചിട്ടാണ് ഈ കൂടിക്കാഴ്ച നടന്നത്? ഇന്നത്തെ ഭാഷയിൽ നമ്മളൊരു മുത്താലിം ചോദിച്ചാൽ നമ്മളൊന്നും പറയില്ല. ഈ ഒരൊറ്റ ചോദ്യത്തിന്റെ പേരിൽ ഹാറൂൺ റഷീദ് തങ്ങൾ തന്റെ മൂത്താപ്പയായ ഈ പിതൃവ്യനെ അദ്ദേഹത്തിന്റെ ജയിലിലടച്ചിട്ട് മാസങ്ങളോളം പിണങ്ങി നടന്നു. അദ്ദേഹം തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് ഈ നിഷേധത്തിൽ നിന്നും മടങ്ങിയെന്ന് പ്രഖ്യാപിച്ച ശേഷം മാത്രമാണ് ഹാറൂൺ റഷീദ് തങ്ങൾ അദ്ദേഹത്തെ വിട്ടുള്ളൂ. അതെന്നെ വേറെ തങ്ങന്മാർ ശുപാർശ ചെയ്തിട്ടും വേറൊരു ആവശ്യത്തിന് വേണ്ടിയും.
നിങ്ങൾ നോക്കണം, നിഷേധം എവിടെയാണ് കൊണ്ടെത്തിക്കുന്നത്? നമ്മളെ കൂട്ടത്തിൽ ആളുകളും അങ്ങനെ തന്നെയല്ലേ? അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് ഒന്ന് പറയുമ്പോൾ എവിടെയാ അത്, എന്തേത് എന്ന് ചോദിക്കുമ്പോൾ നിഷേധത്തിന്റെ ചോദ്യം എവിടെയാ വരുന്നത്? ആ നിഷേധം നിഫാഖാണ്. അത് ശരിയായ ഈമാന്റെ ലക്ഷണമല്ല. അത്തരം ഈമാന്റെ ലക്ഷണത്തിന് വിരുദ്ധമായ നിഫാഖിന്റെ ലക്ഷണമുള്ളതായ മുനാഫിക്കുകളായ മുസ്ലിമീങ്ങളും മൂമിനീങ്ങൾ ഈ സംഘത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അത്തരം നിഫാഖുള്ളവരെയും വിശ്വാസികളെയും പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, ഭക്ഷ്യക്ഷാമൊക്കെ നൽകും. അള്ളാഹു അതിൻ്റെ വിപത്തിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ വലിയ ഭക്ഷ്യക്ഷാമത്തിൻ്റെ പിടിയിലേക്ക് നമ്മുടെ രാജ്യം പോകുമ്പോൾ നമ്മളിപ്പോൾ കൊച്ചു സംഘം ഇവിടെ പ്രമേയം പാസ്സാക്കിയത് എന്താണെന്നറിയോ? നമ്മുടെ ഇസ്ലാമിക ഫിഖ്, ആ ഫിഖുമായി ബന്ധപ്പെട്ടിട്ട് ഇസ്ലാമിലെ സമ്പദ്ഘടനയുണ്ട്. ഇവരെന്ന് പറയുന്ന എല്ലാ സാമ്പത്തിക സാങ്കേതിക ശബ്ദങ്ങളും നമ്മുടെ ഫിഖിലുണ്ട്. അത് അറബ് ഇംഗ്ലീഷാക്കാനും മലയാളാക്കാനും നമ്മൾ ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. സാമ്പത്തിക ശാസ്ത്രത്തിൽ പറയുന്ന ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിലെ മുഴുവൻ തത്വങ്ങളും നമ്മുടെ ഫിഖിലുണ്ട്, ആധാരങ്ങൾ. ആ ഫിഖിൽ നിന്ന് ഇസ്ലാമിക സമ്പദ്ഘടനയെ പഠിക്കാൻ ആധുനിക സമ്പദ് വ്യവസ്ഥയുടെ പണ്ഡിതന്മാർ തയ്യാറാവണം. ഭരണകൂടം ഇത് സ്വീകരിച്ചൊന്ന് പരീക്ഷിച്ചു വെക്കാനെങ്കിലും തയ്യാറാകണം. പറയാൻ നമുക്ക് അവകാശമുണ്ട്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന കേരളാടിസ്ഥാനത്തിലുള്ള ഒരു സംഘമാണ് നാം. നമ്മൾ പറയുമ്പോഴേക്ക് ഭരണകൂടപ്പഞ്ഞിപ്പോൾ അതിനേക്കാരം നാളെ മുതൽ പണിയൊന്നും വിചാരിക്കണ്ട. പക്ഷെ പറയാനും വേണ്ടേ കുറച്ച് കൂട്ടർ? എവിടെയെങ്കിലും കുത്തിരുന്നിട്ട് ആരെങ്കിലും പാസ്സാക്കുമ്പോൾ ഓൽക്ക് പറയാനുള്ളത് ആയത്തും ഹദീസും നോക്കിയാണ്ട് ഇത് കണ്ടെത്തണമെന്നാണ്. ജമാഅത്തെ ഇസ്ലാമി പാസ്സാക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഈ ജാതി വിഷയത്തിലൊക്കെ മുതലെടുക്കുമല്ലോ. ആരും എത്താത്തടത്തൊക്കെ ഓല് എത്തും. അത്തരം സ്ഥലങ്ങളിൽ എടുത്തിട്ട് മുതലെടുക്കുന്നുണ്ട് ഈ ജാതി പ്രമേയം. പക്ഷെ ഓലെന്താ പ്രമേയത്തിൽ പറയാ? ആയത്തൊന്നും ഹദീസൊന്നും പഠിക്കണം. ആയത്തും ഹദീസാണ് നോക്കിയപ്പോൾ കിട്ടിയായിപ്പോയി. ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രം ശരിയായിപ്പോയി. ഉപഭോഗവും വിതരണവും ഉൽപാദനവും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ആയത്തു ഹദീസ്. 2 ഹദീസ് ഓൽക്ക് കിട്ടും, മലയാളത്തിൽ നല്ലോണം പരിഭാഷപ്പെടുത്താം. ഇതുകൊണ്ട് ഇതൊക്കെ കിട്ടുമെന്നാണ് വിചാരിച്ചേ. ഇതിനെതിരെ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ വില പറയാൻ നമ്മളെ ഇവിടെ ഉള്ളൂ. കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരും സുന്നി യുവജന ഫെഡറേഷനും അത്തരത്തിലുള്ള ധർമ്മങ്ങൾ നമ്മൾ നിർവഹിക്കുന്നതോടൊപ്പം അറിയട്ടെ, അള്ളാഹുവിന്റെ ഈ കടുത്ത പരീക്ഷണത്തിന് ഒരു പിൻ കാരണമുണ്ട്. ആ കാരണം നമ്മൾ ഓർത്താൽ നമ്മൾ നമ്മുടെ നെഞ്ചത്തേക്ക് കൈവിരൽ ചൂണ്ടുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ അതിൽ ഉത്തരവാദികളാണ്. ഇവിടെ കേരളത്തിൽ പ്രവർത്തിച്ചു ഒച്ചയിട്ട് നടക്കുന്ന സകല പ്രസംഗകന്മാരും തൂലിക പിടിച്ചുകൊണ്ട് എഴുതുന്ന സകല എഴുത്തുകാരനും വാസ്തവത്തിൽ അത് ഉത്തരവാദിയാണ്. കാരണം നമ്മുടെ എഴുത്ത് വായിക്കാൻ കഴിയാത്ത, നമ്മുടെ പ്രസംഗത്തിന് വരാത്ത, ഒരുപക്ഷെ പ്രസംഗത്തിന്റെ സ്റ്റേജിലും വേദിയിലും നിറഞ്ഞു നിൽക്കുന്ന പ്രവർത്തകൻ ഇന്ന് നാട്ടിൽ അന്തി പരന്നാൽ അവൻ കുടിക്കുന്ന വെള്ളം കുടിക്കാൻ പറ്റുന്ന വെള്ളമല്ല. വെള്ളം കുടിക്കുന്നവനാണെന്ന് പറഞ്ഞാൽ കുടിക്കാൻ പറ്റുന്ന വെള്ളമല്ല. വെള്ളം കുടിച്ചിട്ട് അവൻ കാണിക്കുന്ന കാട്ടിക്കൂട്ടലുകളും തോന്നിയാസങ്ങളും നമ്മുടെ വായ കൊണ്ട് പറയാൻ പറ്റില്ല. അത്ര മോശപ്പെട്ടിരിക്കുന്നു നമ്മുടെ സമൂഹത്തിന്റെ അന്തർധാര. ഇത് നമ്മൾ കാണാതിരുന്നുകൂടാ. എൻ്റെ കൊച്ചനുജന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട SYF-ന്റെ പ്രവർത്തകരെ, ഒരു കാര്യം ഉറപ്പിക്കാം. കേരളത്തിലുള്ള എല്ലാ സംഘടനയും ശേഷിയും മാർജവും സമ്പത്തും സാമ്പത്തിക സൗകര്യങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഈ SYF-ലും കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയുടെ ഉലമാക്കളുടെയും പിന്നിൽ അണിനിരന്നിട്ടുള്ള നമ്മളേതായാലും അത്തരം കാര്യത്തിലൊന്നും ഉണ്ടാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നതും. ഈ പ്രതീക്ഷ അല്ലാഹു പുലർത്തുമാറാവട്ടെ. പക്ഷെ ഇങ്ങനെയൊന്നും പഠിക്കാത്ത നമ്മുടെ അനുജന്മാർ, നമ്മുടെ മക്കൾ ഇത് അകത്താക്കില്ലെന്ന് പറഞ്ഞുകൂടാ. ഉറച്ചു പറയാൻ വയ്യ. കാരണം പരിസരം അത്ര മലിനമായിരിക്കുന്നു, സാഹചര്യം അത്ര ദുരിതപൂർണമായിരിക്കുന്നു. നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് മുഴുവൻ എന്താണ്? എല്ലാവരും ഒരുങ്ങുന്നുണ്ട് ഇതിനെതിരെ, മദ്യപാനത്തിനെതിരെ, വ്യഭിചാരത്തിനെതിരെ. ആ ഭാഷ പോകുന്നേ ഉള്ളൂ. ഇപ്പൊ നല്ല 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 ഭാഷകളാ. വ്യഭിചാരത്തിന് പണ്ട് തേവിടിശി എന്ന് വിളിച്ചതിനൊക്കെ ഇപ്പൊ പേര് ലൈംഗിക തൊഴിലാളി. നല്ല തൊഴിൽ, ലൈംഗിക തൊഴിലാളി. ഒരു ഭാഗത്ത് മാത്രമേ തൊഴിലുള്ളൂ, മറ്റേ ഭാഗത്ത് തൊഴിലില്ല. ഒരു ഭാഗത്ത് മാത്രമുള്ള തൊഴിലാണ്. ലൈംഗിക വൃത്തി 2 ആൾ കൂടിയല്ലേ നടക്കുള്ളൂ. അതിന്റെ ഒരു ഭാഗത്ത് തൊഴിൽ, ലൈംഗിക തൊഴിലാളി. അതല്ല പണ്ട് തേവിടിശി എന്ന് പണ്ട് നമ്മൾ പറഞ്ഞ ആരാന്ന് വെച്ചാൽ അത് തന്നെയാണ് അതിന്റെ ഭാഷ. ആ തേവിടിശികൾ, നമ്മുടെ നാട്ടിലുള്ള തേവിടിശികളുടെ കൂടെ പോകുന്നത് മദ്യം മോന്തിയാൽ, മയക്കുമരുന്ന് കുടിച്ചാൽ, വേണ്ടാത്തത് വലിച്ചാൽ നമ്മുടെ പൊന്നുമക്കളും അനുജന്മാരുമാണ്. അല്ലാഹു ആ ദുരിതം കൊണ്ട് നമ്മാളെയും പരീക്ഷിക്കാതിരിക്കുമാറാവട്ടെ. നമ്മൾ ഓർത്തിട്ട് ഫലമില്ല. കരഞ്ഞു ദുആ ചെയ്യണം സഹോദരന്മാരെ. ഈ ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തെ എത്തിക്കാൻ വേണ്ടി പാടുപെട്ടവർ നമ്മളല്ല, പുത്തൻവാദികളാണ്.
ഇവിടെ ജനിക്കുന്ന ആളുകൾ സാഹചര്യങ്ങൾക്കെതിരെ വളർന്നിട്ട് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അവർ നല്ല മുസ്ലിമായി മൂമിനായി ജീവിച്ച് മരിക്കണമെങ്കിൽ ഒരുപാട് ഘടകങ്ങൾ വേണ്ടതുണ്ട്. പരിശ്രമിച്ച് മരിക്കുവോളം പരിശ്രമിച്ചാലും ചിലപ്പോൾ നടന്നുകൊള്ളണമെന്നില്ല. എന്താ കാരണം? നമ്മൾ ആലോചിച്ച് നോക്കി. ബാപ്പ പെണ്ണിട്ടുണ്ണേടം മുതൽ ശ്രദ്ധിക്കണം. ബാപ്പയും ഉമ്മയും തമ്മിൽ നമുക്ക് വേണ്ടി ആദ്യം അവർ ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ബിസ്മില്ലാ അല്ലാഹുമ്മ ജന്നിബന ശൈത്വാൻ വജന്നിബി ശൈത്വാന മാ റസഖ്തനാ, പടച്ചവനെ ഞങ്ങൾ ഈ സമയത്തുള്ള ഈ സംബന്ധവുമായി പിശാചനെ നീ അകറ്റണേ, ഞങ്ങളിൽ നിന്ന് പിശാചനെ അകറ്റണേ, ബിസ്മില്ലാ അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ച് ബറക്കത്തെടുത്തുകൊണ്ടാണ് ഞാൻ ഈ ഇടപാട് നടത്തുന്നത് എന്ന് പറഞ്ഞ് ഒരു ആണും പെണ്ണും നിക്കാഹിന്റെ ബന്ധത്തിൽ ലൈംഗിക ബന്ധം പുലർത്താൻ പാടുള്ളൂ എന്നും അതാണ് മര്യാദ എന്നും ഇസ്ലാമിക സംസ്കാരം പഠിപ്പിക്കുന്ന ആ ബിസ്മിക്ക് വല്ലാത്ത പൗറുണ്ട്. തിന്നുന്ന ഒരു മനുഷ്യൻ ബിസ്മി ചൊല്ലിക്കൊണ്ട് തിന്നിട്ടില്ലെങ്കിൽ അവന്റെ കൂടെ പിശാച് തിന്നുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിന് ജീവിതത്തിൽ വലിയ സാരമായ സ്വാധീനമുണ്ട്. നമ്മൾ ബിസ്മി ചൊല്ലിയിട്ടാണ് നമ്മുടെ ചുത്തടക്കുന്നതെന്നും തിന്നുന്നതൊന്നും ഉറപ്പുവരുത്താൻ എൻ്റെ പ്രിയപ്പെട്ട SYF-ന്റെ മക്കളെ, അനുജന്മാരെ, നമുക്ക് സാധിക്കുമോ? മനസ്സിൽ കൈതട്ടി ചോദിക്കൂ. ഒരു പീടികയിൽ കയറിയിട്ട് കാണിക്ക് വെള്ളം എന്ന് പറഞ്ഞ് നമ്മൾ കുടിക്കുന്ന വെള്ളം ബിസ്മി ചൊല്ലി കുടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? കാലിൽ ചെരുപ്പ് ധരിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലാനും ദിക്റ് ചൊല്ലാനും അവിടെയുമില്ലേ? ബിസ്മി ചൊല്ലിക്കൊണ്ട് ധരിക്കാൻ പറഞ്ഞ ചെരുപ്പ് ധരിക്കാൻ പറഞ്ഞ കാല് തന്നെ ഇട്ടിട്ട് ധരിക്കാൻ നമുക്ക് കഴിയണ്ടേ? അങ്ങനെ കഴിഞ്ഞവരാണ് നമ്മുടെ മഹത്തുക്കൾ. അനാവരത്തെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ നമ്മുടെ വളരെ കാലത്ത്, നീണ്ട കാലത്ത് നമ്മുടെ ജംഇയ്യത്തിന്റെ പരമാധ്യക്ഷരായിരുന്നു, ചോദ്യം ചെയ്യപ്പെടാത്ത കിരീടധാരി പണ്ഡിത സൂര്യൻ മഹാനായ ശംസുൽ ഉലമ കീഴനവൂർ ജീവിതത്തിന്റെ അനക്കങ്ങളിലും ആട്ടങ്ങളിലും ഒക്കെ ജീവിതം കണ്ടാൽ മനസ്സിലാക്കുക ഇസ്ലാമിക ജീവിതത്തിന്റെ ശരിപ്പകർപ്പാണതെന്ന്. കാട്ടിക്കൂട്ടലുകളില്ല, ബോധ്യപ്പെടുത്തലുകളില്ല, ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ജാടകളൊന്നും അറിഞ്ഞൂടാ. തസ്ബീഹ് ചൊല്ലുന്നത് ആരെങ്കിലും കാണുന്നുണ്ടെന്നറിഞ്ഞാൽ ആ കാണാതിരിക്കുന്ന ശ്രദ്ധയിലേക്ക് മഹാൻ പോകും. ഈ നേതാക്കളാ നമുക്ക്. ശൈഖുനയും ഏതാണ്ട് ആ പകർപ്പാണ്. പക്ഷേ തൻ്റെ കൂടപ്പറപ്പായ തൻ്റെ ശരീരത്തെ തന്നെ മറക്കുന്ന ഒരവസ്ഥ ശൈഖുനാക്കുണ്ട്. അത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ കീയനൂർ അവസാനം ബഹുമാനപ്പെട്ട വണ്ടൂരിലെ താജുൽ ഉലമ ശംസുൽ ഉലമയെ കാണാൻ ചെന്ന രംഗം അനുസ്മരിക്കുന്നുണ്ട്. കാണാൻ ചെന്ന ഒരു രാത്രിയിലാണ്. ഞാനും ഉണ്ട് ആ കൂട്ടത്തിൽ ശൈഖുനയുടെ കൂടെ. ആ രാത്രിയിൽ ശൈഖുനാവറുകൾക്ക് വേണ്ടി ഒരു പായ വിരിച്ചു കൊടുക്കാൻ ശംസുൽ ഉലമ ആ അന്തിക്ക് വല്ലാതെ കെഞ്ചിനുണ്ട്. മൂപ്പര് പിന്നെ മൂപ്പരായതുകൊണ്ടാണ് നേരത്തെ കയറി ചെല്ലുന്നത്. നമ്മളൊക്കെയാണ് ഈ ശംസുൽ ഉലമ ഉറങ്ങിക്കണമെന്നുണ്ടാ പോകില്ല. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ടല്ലേ പോകുന്നത്? വണ്ടൂരിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന യാത്ര പോയി പാതിരാക്ക്, നാദാപുരത്ത് ആരും അറിഞ്ഞിട്ടില്ല. പാതിരാക്ക് ബഹുമാനപ്പെട്ട് ഓറുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഓറുടെ വീട്ടിൽ ആ ബെഞ്ചിൽ ശൈഖുനാക്ക് വേണ്ടി ഒരു പായ വിരിച്ചു കൊടുക്കാൻ വീടിൻ്റെ അകത്തേക്ക് ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോൾ മൂപ്പര അവിടെ തന്നെ ആ തറയിലവിടെ കുത്തിരുന്നിട്ട് അവിടെ ഇരുന്നിട്ടാണ് വർത്താനം തുടങ്ങുക. ഞങ്ങളിപ്പോൾ പായിടാനല്ല, ചായക്കല്ല, വെള്ളത്തിനല്ല എന്ന് പറഞ്ഞ് വർത്താനം പറഞ്ഞു പോന്നു. ഇതാവാണ് അവസാനം ഓറെ ഞാൻ കണ്ട കാഴ്ച എന്ന് പറയാൻ. ഇത് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഓറുടെ വായിൽ നിന്നുകൊണ്ട് ഓറ് അതിന് ഹദ്ദുൻ നഫ്സ് എന്ന് പറഞ്ഞൊരു സംഗതി തന്നെ തീരെ ഇല്ലാത്തതാണോ? അത് മൂല്യന്മാർക്ക് തിരിയുന്ന ഭാഷയാണ്. സ്വന്തത്തിൻ്റെ ശരീരം എന്ന ഒരു ചെറിയ സാധ്യതയെങ്കിലും സ്വാർത്ഥതയുടെ ഒരു ഭാഗം എന്ന് മാത്രമല്ല, തന്നെ താനായോ തൻ്റെ ശരീരത്തെ തൻ്റെ ശരീരമായോ കാണുന്ന ഒരവസ്ഥ പോലും ബഹുമാനപ്പെട്ട ശൈഖുനയ്ക്കില്ലെന്ന് പറഞ്ഞാൽ എവിടെയാണ് ശൈഖുനായുടെ മർത്തബ? ആ വാക്കുകൾ ഒളിഞ്ഞു കിടക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. താജുൽ ഉലമയുടെ ആ താജുൽ ഉലമ ചിലപ്പം ബെയ്ക്കണ ചോറോ നടക്കുന്നോ ഒന്നും ചിലപ്പോൾ അറിഞ്ഞോണമെന്നില്ല. തൻ്റെ തുണി എവിടെയാ, താൻ പറയണ എന്താന്ന് അറിഞ്ഞൂടാ. ഇവിടുന്ന് കണ്ട് വന്നാൽ മൂപ്പര് വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾക്കറിയാം, വിദ്യാർത്ഥികൾക്കറിയാം മൂപ്പര് വരുന്നത് ഇപ്പം എന്തിനാണ്. ഇവിടെ ഒരു താക്കോല ആ ചിരട്ടുമ്മേ, ആ ചിരട്ട് ഇങ്ങനെ പിടിച്ചിട്ടാണ് വരിക. കുറച്ചപ്പുറമുള്ള മീറ്ററുകൾക്ക് അപ്പുറമുള്ള വീട്ടിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങനെ പിടിച്ചിട്ടാണ് വരിക തുറക്കാനേ. എവിടെ പള്ളിയിൽ കിടന്നിട്ട് പള്ളിയിൽ പോയി റൂം തുറന്നിട്ട് ആ റൂമിൻ്റെ ഉള്ളിൽ പോണ ആൾമറ തുറക്കാനുള്ള താക്കോൽ ഇവിടുന്ന് വീട്ടിൽ നിന്ന് തന്നെ പിടിച്ചു. അത് തുറക്കാൻ പോവുകയാണെന്ന് വെച്ചാൽ ഇതാ മൂപ്പര് നഫ്സ്. അപ്പം ആ നിലയിൽ ചിലതൊക്കെ പ്രത്യക്ഷപ്പത്തിൽ കാണുമ്പോൾ അതുപോലെ തന്നെ എടുക്കാനോ തീറ്റ അതുപോലെ തന്നെ ചെയ്യാനോ തീറ്റൻ്റെ പ്ലേറ്റ് അങ്ങനെ തന്നെ വെക്കാനോ ഒന്നും ചിലപ്പോൾ നമുക്ക് പറ്റില്ല. നമ്മളിതോ സ്ഥലത്തോ വലിയ വണ്ടിയാനല്ല അങ്ങനെ തന്നെ ഓരോ അതുപോലെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്, നമ്മളത് ചിലപ്പോൾ കുടൂസാവും. അതിനുവേണ്ടി പറയാം ഞാൻ, അങ്ങനെയൊന്നുമല്ലല്ലോ. ശരിയായ ഓർമ്മയിൽ ജാഗ്രതയിൽ ആട്ടനക്കങ്ങൾ മുഴുക്കെ താൻ പഠിച്ച കർമ്മശാസ്ത്രത്തിൻ്റെയും നിയമത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും മതത്തിൻ്റെയും അതേ പര്യായമായി നിലക്കൊള്ളാൻ വേണ്ടി ശ്രദ്ധിച്ച് 25 വർഷത്തിലധികം കാലം ഈ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് വളരെയധികം പഠിപ്പെട്ട് വളരെയധികം പരിശ്രമിച്ച് പ്രവർത്തിച്ചവരാണ് ബഹുമാനപ്പെട്ടവർ. ശൈഖുനാ താജുൽ ഉലമയുടെ വഫാത്തിന് ശേഷം വിശേഷിച്ച്, അതിൻ്റെ മുമ്പും പ്രസിഡന്റാണ്. പക്ഷേ വഫാത്തിൻ്റെ ശേഷം കഠിനമായിട്ട് ഇനി ആരുമില്ലല്ലോ എന്ന് കരുതിയിട്ടെങ്കിൽ ഇറങ്ങുന്നത്. ആ മഹാനായ ശംസുൽ ഉലമാക്ക് ഇതിന് സാധിച്ചു. അങ്ങനെ നമുക്ക് സാധിക്കണം.
എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാർക്ക് സാധിക്കണം. അത് സാധിക്കുന്നത് കൂട്ടത്തിൽ പറയാണ് അള്ളാഹു അത് തൗഫീഖ് നൽകുമാറാവട്ടെ. ആ വിധം സംസ്കാര സമ്പന്നരാകാൻ നമുക്ക് അള്ളാഹു അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. ഇതൊന്നും പാലിക്കാത്ത ഒരു തലമുറയാണ് വാസ്തവത്തിൽ ഇന്നത്തെ തലമുറ. നമ്മുടെ മുൻതലമുറ അത് പാലിക്കാത്തതിന്റെ ദുരന്തങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മൾ അനുഭവിക്കുന്ന ആ ദുരന്തങ്ങളിൽ കള്ളുകുടിയനോ പെണ്ണുപിടിയനോ ചീട്ടുകളിയനോ ചൂതാട്ടക്കാരനെയോ ചൂഷണക്കാരനെയോ ഒരു മനുഷ്യന്റെ പണം കൊണ്ട് തനിക്കെന്തുണ്ടാക്കാമെന്ന് മാത്രം ചിന്തിക്കുന്നവനെയോ കണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അത്ഭുതപ്പെടേണ്ട. ഇതിന്റെ ഒക്കെ പിന്നിലുള്ളത് വാസ്തവത്തിൽ ഒരുപാട് ദിക്റുകളുടെ കമ്മിയാണ്. ഈ ദിക്റുകളുടെ കമ്മിയൊക്കെ ഇവിടെ ഉണ്ടാക്കി തീർത്തത് ആരാ? സുന്നികളല്ല. എന്ത് ബിസ്മില്ല ബിസ്മില്ല എന്ന് എന്നെ പരിഭാഷ നമ്മളെ കൊണ്ട് മുഴുവനും കൂടി മാറ്റിച്ചില്ലേ? അള്ളാഹുവിന്റെ തിരുനാമത്തിൽ എന്നല്ലാതെ ഒരു സുന്നി മൊയിലേരി ബിസ്മില്ലന്റെ അർത്ഥം പറയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിന്റെ തിരുനാമത്തിൽ. നോക്കി, നിങ്ങൾ ഒളിച്ചു വെച്ച വിഷം നമ്മളെ കൊണ്ട് മുഴുവനും ഇത് പറയിക്കുന്നില്ലേ? എന്തൊരു വിഷയത്തിന് പരിഭാഷ എഴുതുമ്പോൾ കണ്ട ഖുർആൻ പരിഭാഷയിലൊക്കെയും വാചകം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ. എവിടെ ബാബോയി ബിസ്മില്ല? ആ ബായുടെ ശരിയായ അർത്ഥം വെച്ചാൽ ഇവന്റെ വഹാബിസം കുളത്തിലാവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാൻ റഹീം എന്ന അള്ളാഹുവിന്റെ മഹത്തരമായ ഇസ്മു ഉപയോഗിച്ചിട്ട് ആ അള്ളാഹുവിന്റെ സകല ഇസ്മു കൊണ്ടും ബറക്കത്തെടുത്തിട്ട് ഞാൻ തിന്നുന്നു, ബറക്കത്തെടുത്തിട്ട് ഞാൻ കുപ്പായം ധരിക്കുന്നു, ബറക്കത്തെടുത്തിട്ട് ഞാൻ നടക്കുന്നു, ബറക്കത്തെടുത്തിട്ട് ഞാൻ ചെരുപ്പ് ധരിക്കുന്നു, ബറക്കത്തെടുത്തിട്ട് ഞാൻ പല്ല് തേക്കുന്നു, ബറക്കത്തെടുത്തിട്ട് ഞാൻ സംഭോഗം നടത്തുന്നു, ബറക്കത്തെടുത്തിട്ട് ഞാൻ എൻ്റെ കർമ്മങ്ങൾ മുഴുവൻ നടത്തുന്നു എന്ന് പറയാൻ കൽപ്പിക്കപ്പെട്ട ഒരു ഭാഗം കുല്ലു അംരിൻ ദീ ബാൽ ബിസ്മി ചൊല്ലിക്കൊണ്ട് ബർക്കത്തെടുത്തിട്ട് തുടങ്ങാത്തതെല്ലാം വാലറ്റതാണ്, ബർക്കത്തില്ലാത്തതാണ്, കുഷ്ഠം പിടിച്ചതാണ്. അജിതം, അത് കുഷ്ഠം പിടിച്ചതാണ്, വാലറ്റതാണ് എന്നൊക്കെ റസൂലുള്ള പറഞ്ഞ ആ വാലറ്റ വർഗം ആസുര ജീവിതം എന്നാ ഇപ്പം എല്ലാവരും പറയുന്നത്. ശരിയാ? അല്ലെങ്കിൽ തന്നെ നമ്മൾ ആസുരന്മാരെ പിന്തുണക്കാരാന്ന് ഇവിടെ ഭാഷ്യമുണ്ട്. ഈ ആസുര ജീവിതാപ്പം അടങ്ങി വന്നിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, SYF-ന്റെ ചുമതല, ധർമ്മം ഇവിടെ വലിയതാണ്. ഈ ധർമ്മത്തിൽ സുന്നി പക്ഷത്തിൽ നിന്ന് മുണ്ടാനും ശബ്ദിക്കാനും നമ്മളാണുള്ളത്. നമ്മൾ ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാവണം ഇനി അടുത്ത 10 വർഷത്തിലെ നമ്മുടെ പ്രവർത്തനം. സമൂഹത്തിലുള്ള മദ്യപന്മാർക്കെതിരെ, അതൊക്കെ എല്ലാവർക്കും അറിയില്ല. ഉത്തരത്താൻ പറ്റില്ല. നമ്മളെ സഹോദരന്മാർ, നമ്മളെ വീട്ടുകാർ ഈ മാലൂമിന് ഇതിന് വില്ലുറൂർത്തിക്ക് എതിര് ചോദിക്കുമ്പോഴേ നമുക്കത് അറിയുള്ളൂ. അവനാൻ്റെ വീട്ടിലെ കുട്ടികൾ അന്തിക്ക് വരുമ്പോൾ നല്ല ഭാഷയിലാണ് വന്നാൽ അറിയാം അപ്പം ആ ദുരിതം. അപ്പം ഇതൊന്നും ഇപ്പോൾ പഠിപ്പിച്ചു കൊടുത്തിട്ട് വേണ്ടാന്നൊക്കെ പോകും. ബോധീകരണം മാത്രമല്ല, എന്താണോ ഫലവത്തായ മാർഗം, പ്രായോഗികമായ മാർഗം കൂടിയിരുന്ന് ആലോചിച്ചുകൊണ്ട് SYF-ന്റെ ഓരോ പ്രവർത്തകനും ഈ 30-ാം വാർഷികം കഴിഞ്ഞ് പിരിഞ്ഞ് ഇവിടെ നിന്ന് പോകുമ്പോൾ ഇവിടെ വഹാബിസം ഉണ്ടാക്കി തീർത്തതാണ് ഈ നാശങ്ങൾ മുഴുക്കെ എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയുക. ഇത് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ഈ ബോധമുണ്ടാക്കുക. പണ്ടത്തെ മൂല്യന്മാർ സിനിമ കാണരുത് എന്നറിയും. ഈ TV വന്ന ഉടനെ നമ്മളെ മൂല്യന്മാരൊക്കെയും പറഞ്ഞിരുന്നു പാടില്ല, അതിൻ്റെ മുമ്പ് പോകരുത് എന്ന്. അപ്പം നമ്മൾ നിയമം നോക്കുന്ന സമയമല്ല, ഈ തിന്മയ്ക്കെതിരെ എങ്ങനെയാണോ സമൂഹത്തെ ധരിപ്പിക്കേണ്ടത് നോക്കേണ്ട സമയ. അതിനുവേണ്ടി നമ്മളുടെ വിലമാക്കളാണ് സംസ്ഥാന ജമിയത്തുമാണെന്നും വിചാരിക്കണ്ടോ. കേരളത്തിലെ ബോധമുള്ള വിലമാക്കൾ അത്തരം യന്ത്രം വന്നപ്പോൾ തന്നെ അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നതൊക്കെ നോക്കുന്നതും തടയുന്നതും ഒക്കെ തടഞ്ഞ ഒരു കാലമായിരുന്നെങ്കിൽ, ആ തുടർച്ച നമ്മൾ അങ്ങനെ തുടർന്നിരുന്നെങ്കിൽ ഒരുപാട് വിനാശങ്ങൾ ഈ സമൂഹത്തിന് ബാധിച്ചത് സമുദായത്തിന് പറ്റാതെ പോയിരുന്നേനെ. ഇപ്പൊ സമുദായത്തിന്റെ മക്കൾ പണ്ഡിതനും മൂല്യരും എല്ലാ നേതാവും TV-ന്റെ മുമ്പിലാ. അതിനൊരു പങ്ക് നമുക്കുമുണ്ട്. എൻ്റെ പ്രസംഗം കേൾക്കാൻ ഇപ്പൊ TV വെക്കണം, ഇതല്ലേ നമ്മൾ ഇറക്കുന്നത്. എൻ്റെ പ്രസംഗം കേൾക്കാൻ നമുക്ക് TV വെക്കണ്ടേ? മൂല്യരെ പ്രസംഗമോ മൗലവിന്റെ പ്രസംഗമോ ഉസ്താദ്മാരുടെ പ്രസംഗമൊക്കെ അല്ലേ ഈ TV തന്നെ കേൾപ്പിച്ചത്. പിന്നെ നമുക്ക് കണ്ടുകൂടെ എന്ന് ചിന്തയാണ്. വാസ്തവത്തിൽ നമ്മൾ ദറൂറത്ത് കൊണ്ട് ഗത്യന്തരമില്ലാതെ ആശയത്തെ ആശയം കൊണ്ട് നേരിടാൻ, ആശയം പ്രചരിപ്പിക്കുമ്പോൾ അവരുടെ പ്രചാരണ തന്ത്രങ്ങൾ പയറ്റാൻ വേണ്ടി നിർബന്ധിതരായതാണ്. നിർബന്ധിതരാകുമ്പോൾ ചിലപ്പോൾ അനുമതിയുടെ ഏതെങ്കിലും ഒരു നൂലിഴയുടെ ബന്ധമുണ്ടെങ്കിൽ, ഒരു പിടിയുണ്ടെങ്കിൽ ആ പിടിയൊക്കെ നോക്കേണ്ടി വരും. പക്ഷെ ഇതായിരുന്നില്ല സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കളും നേതാക്കളും ആദ്യം അനുവർത്തിച്ച ആ നയം സമൂഹത്തിന്റെ സുരക്ഷ അതിലായിരുന്നു. പക്ഷെ നമ്മൾ തട്ടിത്തകർത്തതല്ലാതെ റോഡിന്റെ വക്കിലിരുന്നിട്ട് നാടകം കളിച്ചിട്ടും സിനിമ കാണിച്ചു കൊടുത്തിട്ടും സിനിമ നമ്മുടെ പ്രചാരണ മാധ്യമമാക്കണമെന്ന് ആദ്യം പറഞ്ഞവർ മൗദൂദികളാണ്. മൗദൂദികൾക്ക് പിന്നെ പറഞ്ഞവർ ഇവിടുത്തെ മുജാഹിദുകളായ വഹാബികളാണ്. ഈ വഹാബികളാണ് സമൂഹത്തെ ഇത്തരം ദുരിതത്തിലേക്ക് അയക്കുന്ന എല്ലാ തിന്മകളുടെയും പ്രചാരകർ. അവരാണ് ഇവിടെ ഇതൊക്കെ ഉണ്ടാക്കി തീർത്തത്. ഒരാൾ ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കുന്നതോ, ഒരാൾ ബിസ്മി ചൊല്ലോ ദിക്ർ ചൊല്ലോ നടക്കുമ്പോഴോ അത് നബി ചെയ്തോ അല്ല ചെയ്തോ നോക്കണം നിങ്ങൾ. ഇപ്പൊ അടുത്തിറങ്ങിയ ഈ കഴിഞ്ഞ മാസത്തിലിറങ്ങിയ 44-ാം ലക്കം പ്രബോധനം,
ആ പ്രബോധനത്തിൽ പെട്ടിക്കോളം ഇട്ടിട്ടൊരു ഫത്വണ്ട്. അതിത്തെ ഉത്തരക്കാരന്റെ ഫത്വ എന്താ ഫത്വ എന്നറിയോ? ഏതോ ഒരു മുസ്ലിയാർ പ്രസംഗിച്ചു. എന്താ മുസ്ലിയാർ പ്രസംഗിച്ച? ഒരു ഖത്തീബ് ഇന്നത്തെ ഖുർആനോത്, ഇന്ന് അർത്ഥമറിയാതെ ഖുർആനോതുന്ന ഖുർആനോത്ത് മുട്ടത്ത് വർക്കിന്റെ നോവൽ വായിക്കണീന് സമാണ്. മുട്ടത്ത് വർക്കിന്റെ നോവൽ എന്ന് പറഞ്ഞാൽ തിരുനോലിക്കേ തിരിയുള്ളൂ. പൈങ്കിളി പൈങ്കിളി എന്ന് പറഞ്ഞൊരു ഭാഷ സാഹിത്യത്തിലേക്ക് ഇറക്കിയത് തന്നെ ഈ മുട്ടത്ത് വർക്കൊക്കെ വന്നിട്ടാ വാസ്തവം. അപ്പോഴേ തിരിയുള്ളൂ മുട്ടത്ത് വർക്കിന്റെ നോവൽ എന്ന് പറഞ്ഞാൽ. അത് നമ്മളെ നോവലിൽ പെടുത്തണോ സാഹിത്യത്തിൽ പെടുത്തണോ എന്ന് പറഞ്ഞാൽ സംസ്കാര സമ്പന്നർ ഒരുപാട് കാലം തർക്കിച്ചിരുന്നു. ആ മുട്ടത്ത് വർക്കിയുടെ നോവൽ വായിക്കുന്നതിന് സമമാണ് വിശുദ്ധ ഖുർആൻ അർത്ഥമറിയാതെ ഓതുന്നത് എന്ന് ഒരു ഖത്തീബ് പ്രസംഗിച്ചു. ഈ പ്രസംഗത്തെ പറ്റി എന്താ പ്രബോധനത്തിന്റെ മുജീബ് പറയണെന്ന് ചോദ്യം. അതിന് പ്രബോധനം മുജീബ് തന്നെ മറുപടി പറയുന്നത് ശരിയാ, അങ്ങനെ തന്നെയാ പറയേണ്ടത്. മുട്ടത്തി വർക്കിന്റെ നോവലായാലും വേണ്ടില്ല, വേറെ ഏത് നോവലായാലും വേണ്ടില്ല, ആ നോവൽ വായിക്കുമ്പോൾ ആശയം തിരിയല്ലോ. ആ ആശയം തിരിയുന്ന വായന തന്നെയാണ് ഉപകാരപ്രദം. അർത്ഥമറിയാത്ത ഖുർആനോത്ത് കൊണ്ട് ഒരു ഉപകാരവുമില്ല എന്നാ പറഞ്ഞു കഴിഞ്ഞാൽ ശരി, അങ്ങനെ തന്നെയാ പറയേണ്ടത്. പ്രബോധനം ബുദ്ധിജീവി ഇസ്ലാം ഈ ഇസ്ലാമിക പ്രസ്ഥാനത്തെ ഇക്കാണുന്ന രൂപത്തിൽ കുളിപ്പിച്ച് കിടത്തിയത് മൗദൂദികളും. അവരുടെ പത്രം ഇന്നും ലോകത്തെ പഠിപ്പിക്കുക ഇവരാ തോന്നിയാ സാധ്യ ചെയ്ത് കൊടുക്കുക. സാങ്കേതിക ശബ്ദമൊക്കെ ഇറക്കുന്ന ഇവരാ. ഞാൻ പറഞ്ഞ മാതിരി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിന്റെ തിരുനാമത്തിൽ കരുണാകരനും കരുണാമഹനും എന്നൊക്കെ അവർക്ക് ആദ്യം കിട്ടുക മലയാളം. ഇത് പണ്ടത്തെ നമ്മളെ മൂല്യന്മാർക്ക് അറിയില്ല. ഞങ്ങൾ അതൊക്കെ പഠിപ്പിച്ചു ഈ സമ്പൂർണ്ണ ജീവിത പദ്ധതി എന്നൊക്കെ പറഞ്ഞല്ലേ, അത് ഓലനേക്കാരൻ പറഞ്ഞു സമ്പൂർണ്ണ ജീവിത പദ്ധതി. നമ്മളെ പണ്ഡിതന്മാർക്ക് അത് പറയാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മളെ പണ്ഡിതന്മാർക്ക് അറിയാം മനുഷ്യ ജീവിതത്തിന്റെ ഇബാദാത്ത്, മുആമലാത്ത്, മുനാക്കഹാത്ത്, ജിനായത്ത് അടക്കമുള്ള സിവിലും ക്രിമിനലുമായ മുഴുവൻ നിയമങ്ങളും ഉൾക്കൊള്ളുന്നതും ആരാധനാക്ഷണങ്ങളുടെയും മറ്റ് ജീവിതത്തിന്റെ നിഖില മേഖലകളും ഉൾക്കൊള്ളുന്നതാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം എന്ന് ഇത് യാഥാർത്ഥ്യമാക്കി കാണിച്ചു കൊടുത്ത ഒരു ഫിഖ്ഹിന്റെ വക്താക്കളെയും പ്രചാരകരെയും നോക്കി പിടിച്ചുകൊണ്ടാ പറയുന്നത് ഇസ്ലാം സമ്പൂർണ്ണ ജീവിത പദ്ധതിയാണ് എന്ന് പഠിപ്പിച്ചത് ഇസ്ലാമിക പ്രസ്ഥാനമാണ്. വലിയ വായിൽ പറയാ. നമുക്ക് വെള്ളിയാഴ്ച പ്രസംഗിക്കാൻ മേറ്ററും ഇതന്നെ. ഈ സാധനം കിട്ടുമെന്നാ നമ്മളെ പ്രസംഗന്മാരും നോക്കുന്നത്. എൻ്റെ ചെറുപ്പക്കാരെ പെട്ടുപോകരുത്. ഭാഷ തിരിയില്ല, ഉപയോഗം തിരിയില്ല. അത് വായിച്ചുകാണ്ട് നമ്മൾ വെള്ളിയാഴ്ച പ്രസംഗിക്കാൻ നിൽക്കരുത്. വെള്ളിയാഴ്ച പ്രസംഗിക്കാൻ ചിലപ്പോൾ മേറ്റർ കിട്ടൂലേ. ഒരു മാസത്തെ നുസ്രത്തോ ഉൽബലോ നോക്കിയിട്ട് എന്തെങ്കിലും ഒരു മേറ്റർ ഉണ്ടാക്കി ആയത്തെ എവിടെയും നോക്കിയിട്ട് കിതാബ് എടുത്തു നോക്കി, അല്ലെങ്കിൽ കിതാബ് എടുത്തു നോക്കിയിട്ട് ആരെങ്കിലും തിരുവണോലെടുത്ത് പോയി ലേശം നോതി ഇന്നിട്ട് പ്രസംഗിക്കാം. ഈ സാധനം പൊക്കിയിട്ട് പ്രസംഗിച്ചാൽ വളരെ കുടുങ്ങിപ്പോകും. അതിലിപ്പോഴത്തേത് അർത്ഥമറിയാത്ത ഖുർആനോത്ത് ഫലപ്രദമല്ലെന്നല്ല, മുട്ടത്ത് വർക്കിയുടെ നോവൽ വായിക്കുന്നതിന് സമാനമാണെന്ന് പറയണോ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു ഇസ്ലാമിക പ്രസ്ഥാനം എത്ര തരംതാണ ഭാഷയിലാ അള്ളാഹുവിന്റെ കലാമായ ഖുർആനെ പറ്റി സംസാരിക്കുന്നത്. അലിഫ് ലാം മീം ലാ ഖൂലു അലിഫ് ലാം മീം ഹർഫ് ബൽ അലിഫുൻ ഹർഫ് വലാമുൻ ഹർഫ് വമീമുൻ ഹർഫ് ഔ കമാ ഖാല റസൂലുള്ളാഹി. വിശുദ്ധ ഖുർആന്റെ ഒരക്ഷരം ഒരാൾ പാരായണം ചെയ്താൽ അതിന് 10 പ്രതിഫലമുണ്ടെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞിട്ട് പറയുന്നത് ലാ ഖൂലു അലിഫ് ലാം മീം. അലിഫ് ലാം മീം എന്നത് മൊത്തമായി ഈ പറയുന്ന ഒരു വാചകമാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്ന പ്രതിഫലത്തിന്റെ കാര്യത്തിൽ അലിഫുൻ ഒരു അക്ഷരമാണ്, വലാമുൻ ഒരക്ഷരമാണ്, മീമുൻ ഒരു വാക്കാണ്. ഇത് 3ഉം കൂലി കിട്ടുന്ന വാക്കാണ് എന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിച്ച അലിഫ് ലാം മീം ഇന്ന് വരെ വല്ല വഹാബിക്കും ഔദൂദിക്കും അർത്ഥം കിട്ടിയിട്ടുണ്ടോ? അതിന് പ്രതിഫലമുണ്ടെന്ന് അള്ളാന്റെ റസൂലിന്റെ നസ്വല്ലേ. റസൂലുള്ളാഹിന്റെ നസ്വായ ഈ വാക്യത്തിനെതിരായി കൊണ്ട് നിങ്ങൾ അർത്ഥമറിയാതെ ഖുർആൻ ഓതുന്നത് മുട്ടത്ത് വർക്കിന്റെ നോവലാണെന്ന് പറഞ്ഞാൽ രോഷം കൊള്ളത്തക്ക രീതിയിലുള്ള പ്രയോഗങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ശവകുടീരങ്ങളും ശവങ്ങളും എന്നാ പറഞ്ഞ ആരെ? അള്ളാന്റെ അമ്പിയാക്കന്മാരെയും മൗലിയാക്കളെയും മരണപ്പെട്ടതിന് ശേഷം ഇവിടത്തെ കോഴിയും പൂച്ചയും നായയും കുറുക്കനും മൂർഖം ബാബും ചത്തതുപോലുള്ള ശവങ്ങളാണ്. നമ്മൾ പ്രയോഗിക്കാൻ തന്നെ അറക്കൂലേത്. മരണപ്പെട്ടു പോയ മനുഷ്യനെ മയ്യത്തൊന്നും അല്ലാത്ത സാധനത്തിനെ വിളിക്കാൻ വേറെ ഭാഷ നമ്മളെ അറബ് ഭാഷത്തിൽ നമ്മൾ സാധാരണമാക്കിയിട്ടില്ലേ? നമ്മുടെ മക്കബറകളെന്നും മഹാന്മാരുടെ മക്കബറകളെ മഖാമു മസാറു എന്നൊക്കെ ഉപയോഗിക്കുന്ന സംസ്കാരം നമുക്കില്ലേ? മാനുഷിക സംസ്കാരമില്ലാത്ത ഇക്കൂട്ടർ സ്വന്തം ബാപ്പാനെ ശവം എന്ന് പറയാൻ അവർക്ക് മടിയില്ലെങ്കിൽ അവർ വിളിച്ചു കൊള്ളട്ടെ. ബാപ്പയുമില്ല, കുലവുമില്ല, തറവാടുമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ ഈ സംസ്കാരത്തെ ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാമിക സാൽവേഷൻ എന്നും പറഞ്ഞു കണ്ട് പ്രചരിപ്പിക്കുകയാണോ? ഇതിനെതിരെ ശബ്ദിക്കാൻ, അർത്ഥമറിഞ്ഞ് ശബ്ദിക്കാൻ, ശരിക്കും പ്രതികരിക്കാൻ, സന്ദർഭം നോക്കി പ്രതികരിക്കാൻ ആരാണ് ഇവിടെയുള്ളത്? നമ്മുടെ സുന്നി യുവജന ഫെഡറേഷന്റെയും സംസ്ഥാന ജമിയത്തുലമയുടെയും പ്രവർത്തകന്മാരും നേതാക്കളുമല്ലാതെ അതിനുണ്ട് പ്രിയപ്പെട്ട സ്വയഫുകാരെ, നമ്മൾ ഉത്തരവാദിത്തം അറിയണം.
പ്രബോധിതരെ പഠിക്കണം, നാട് പഠിക്കണം, മനസ്സിലാക്കിയിട്ട് സന്ദർഭം നോക്കി പ്രതികരിക്കണം. എല്ലാ കാലത്തും ഒരുപോലുള്ള പ്രബോധിതരല്ല, എല്ലാ അവസരവും ഒരുപോലെയല്ല. ആ അവസരം നോക്കി തന്നെ ഉണർത്തേണ്ടിടത്ത് ഉണർത്താൻ, ഉച്ചൈസ്വരം പറയാൻ, സത്യമായ ആശയങ്ങളുടെ മുഴുവൻ ആശയങ്ങളുടെയും സമുദ്ധാരകരായി, കാവൽ ഭടന്മാരായി, കാവലാളുകളായി, സ്വാദിഖുകളായി നമ്മുടെ പണ്ഡിതന്മാർ മുന്നിലുണ്ട്. പണ്ഡിതന്മാർ പക്ഷേ മുശാവറയിൽ 40 പേരേ പാടുള്ളൂ. 40 പേരുടെ കുറവ് വരാം. അങ്ങനെ കുറവിലാ പലപ്പോഴും പല ജംഇയ്യത്തുകളും ഉണ്ടാകുക. കാരണം അർഹരായ ആളുകളെ കിട്ടൂല. വയസ്സും വേണം കുറച്ചൊക്കെ, എൽമും വേണം കുറച്ചൊക്കെ. എൽമൊക്കെ ഉണ്ട്, പക്ഷെ വയസ്സായില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ജംഇയ്യത്തിൽ നമുക്കൊരു കുറവേക്കാരം. അപ്പോൾ ചിലപ്പോൾ മാറ്റും. വയസ്സൊക്കെ ഉണ്ട്, എൽമില്ല, എന്നാലും മാറ്റും. ചിലപ്പോൾ ചില സന്ദർഭത്തിന് ഒത്തുങ്ങാണ്ട് മൊല്ലാക്കന്മാരെ പണ്ട് സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ മുശാവറയിൽ ചേർത്തിരുന്നു, ജംഇയ്യത്തുലമയുടെ നിലനിൽപ്പിന് വേണ്ടി. ആ അർത്ഥത്തിൽ വലിയ പണ്ഡിതന്മാരല്ലാത്തവരെയും ചിലപ്പോൾ മുശാവറയിൽ എടുക്കേണ്ടി വരും. ഇതൊക്കെ ഒരു സംഘത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ആവശ്യമുള്ള ഭരണഘടനകൾക്ക് അതീതമായ ചിട്ടകളുടെ അതുപോലെ തന്നെ കീഴ്വഴക്കങ്ങളുടെയും ഭാഗമാണ്. ഈ കീഴ്വഴക്ക പ്രകാരം കേരള സംസ്ഥാന ജംഇയ്യത്തുലമയുടെ മുശാവറ പരമാവധി 40 ആള്. ജമൽ ബോഡിക്ക് പോയ പരമാവധി 100 ആള്. 140 ആള് മതിയോ ഇവിടെ? ഈ 140 ആളുകൾക്ക് വല്ലതും ചെയ്യാൻ കഴിയുമോ ഇവിടെ? ഈ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ എന്ത് ചെയ്യും? അപ്പൊ സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ എന്ന 140 ആളുകൾ മാത്രം പരമാവധി എത്താവുന്ന ഈ സംഘത്തിന്റെ ശബ്ദമെത്തിക്കാൻ നമ്മൾ പോഷക സംഘം, കീഴ്ഘടകം, അതിനുവേണ്ടി വളവും നൽകാൻ തയ്യാറായ ചെറുപ്പക്കാർ, നമുക്ക് അംഗീകാരം നൽകിയ സംഘടന, ഈ സംഘടനയായ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയുടെ ശബ്ദവും അവർക്ക് വേണ്ട ഊർജവും നമ്മൾ നൽകണം. അതിന് നമ്മൾ ആദ്യം സാന്നിധ്യം അറിയിക്കണം, നിലനിൽപ്പറിയിക്കണം. ഈ നിലനിൽപ്പറിയിക്കാനാണ് ഈ പെടാപ്പാട്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ നാട്ടിൽ നിന്ന് വന്നത് ഒരുവിധം ഹദറത്തുമാരുടെ തിരിയാത്ത ഈ തമിഴ് പ്രസംഗം കേട്ട് പോകേണ്ടി വന്നു എന്ന നിരാശയിലാകരുതേ. അതിനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ വീടിൽ നിന്ന് ഇതുവരേക്ക് ചവിട്ടുന്ന ചവിട്ടടിപ്പാടുകൾ മുടുക്കുകയും സത്യത്തിന്റെ പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തുന്നതിൽ, ആ നിലയ്ക്ക് ഇസ്ലാമികമായ ദഅവത്തിനെ ഉയർത്തിപ്പിടിക്കുന്നതിൽ ഏറ്റവും വലിയ ഒരു നാഴികക്കല്ലാണ്. അല്ലാഹു അത് കബൂലാക്കുമാറാവട്ടെ. ഓരോ കാൽച്ചുവടുവെപ്പ് ഒരു ഇബാദത്തിന് വേണ്ടി വെക്കുന്ന മനുഷ്യൻ വലത്തെ കാലുയർത്തുമ്പോൾ അവന് മഗ്ഫിറത്ത്, രണ്ടാമത്തെ കാലുയർത്തുമ്പോൾ അവന് സ്വർഗപ്രവേശനം. ഖാല റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ആ മഹത്തായ പുണ്യം നിങ്ങൾ ബസ്സിൽ കയറി വന്നാലും, ജീപ്പിൽ കയറി വന്നാലും, സുമോയിൽ കയറി വന്നാലും, മറ്റേത് വാഹനത്തിൽ കയറി വന്നാലും, 100, 200, 300, 400 കിലോമീറ്ററുകൾ അപ്പുറം നിന്നാലും, സംസ്ഥാനത്തിന്റെ പുറത്ത് കർണാടകയിൽ നിന്ന് വന്നിട്ടുള്ള ഭക്തന്മാരായ വിശ്വാസികളും നമ്മുടെ സഹപ്രവർത്തകരും ഇഷ്ടക്കാരും ഉണ്ട് അവിടെ. അവരൊക്കെ അവരുടെ വീടുകളിൽ നിന്ന് കിലോമീറ്ററുകളോളം അകലെ യാത്ര ചെയ്തായി ഇവിടെ വന്നത്. നമ്മുടെ പണ്ഡിതന്മാർ വന്നിട്ടുള്ളതും അങ്ങനെയാണ്. അവരുടെയൊക്കെയും കാലുകൊണ്ട് നടന്നാൽ അവിടെ എത്ര കാൽച്ചുവട് വരുമോ ആ കാൽച്ചുവടിന്റെ പുണ്യം ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മുടെ പ്രവർത്തകന്മാർക്കും നേതാക്കളും നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്നും പ്രാർത്ഥിക്കുന്നു. കാരണം അത്ര ആത്മാർത്ഥമാണ് നമ്മുടെ വരവ്. നമ്മളിവിടെ അസൗകര്യങ്ങളുണ്ട്, നമുക്കൊന്നും ഇവിടെ കിട്ടാനില്ല. പൈസയും കൊടുത്തിട്ടാ വരവ്. പിരിക്കാനും വേണ്ടിയിട്ട് ഇറങ്ങിയാലും നമ്മൾക്ക് തിരൊന്നും കിട്ടാനില്ല. സാധാരണ സമ്മേളനങ്ങൾക്ക് അങ്ങനെയല്ല. ഇന്നിപ്പോൾ ഇവിടെ ഒന്ന് നോക്കി, നമ്മൾ മാത്രം നിൽക്കുന്ന മഹല്ലുകൾ 100 കണക്കിനുണ്ട് നമുക്ക് കേരളത്തിൽ. നമ്മൾ അത്ര ചെറുതൊന്നുമല്ല. നമ്മളെപ്പോഴും ചെറുതാന്ന് പറയുന്നത് അത് ഭാഷയാണ്, മനുഷ്യന്മാരെ മനസ്സിലാക്കാനുള്ള ഭാഷ. അഹങ്കാരമില്ല ഈ സംഘത്തിന്, പൊങ്ങച്ചമില്ല ഈ സംഘത്തിന്. അതൊരു ദഅവത്തിന്റെ ഭാഗമാണ്. അത് ഈ സംഘത്തെ പരിചയപ്പെടുത്തുമ്പോൾ ജനങ്ങളുടെ ആകർഷണം കിട്ടാൻ വേണ്ടിയിട്ടൊരു സംഗതിയാണ്. പക്ഷെ നമ്മൾ അങ്ങനെ വിചാരിക്കണ്ട, നമ്മൾ അത്ര പാവമൊന്നുമല്ല. ഈ സമതുല്യരൊക്കെ ഒന്ന് വിട്ടുനോക്കണ്ടേ. മൂർഖം പാമ്പില്ല അപ്പുറം ഓരോന്ന് കാട്ടും. ഇവിടെ ഇത് കാട്ടി എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ നോട്ടീസ് ഒട്ടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ മൂപ്പർക്കൊന്ന് കിട്ടിയോക്കണോ ആജാതിക്കാരെ? അതൊക്കെ വലിയ മൂർഖം പാമ്പുകൾ തന്നെയാണ് നമ്മളൊപ്പം ഉള്ളത്. വലിയ സംഘം. നമ്മൾ 100 കണക്കിന് മഹല്ലിൽ ഒരാൾ പുറത്തൊരു സംഘത്തിലില്ലാതെ സപ്പോർട്ടുള്ള സംഘമുണ്ടെങ്കിൽ നമ്മളെ ഉണ്ടാവും, വേറെ ആരും ഉണ്ടാവില്ല. സബസക്കാരെ ഏത് മഹല്ലിലുണ്ടെങ്കിലും ഒരര എപ്പിയോ 20 എപ്പിയോ ഒക്കെ അവിടെ ഉണ്ടാവും. എപ്പിക്ക് എല്ലാതിരിക്കില്ല. നിങ്ങൾ നോക്കിക്കോളി. സംസ്ഥാനക്കാർ മാത്രമുള്ള മഹല്ലാണെങ്കിൽ ഒരു മനുഷ്യനും ഇല്ലാത്ത മഹല്ലുണ്ട്, എത്രയോ മഹല്ല്. ആ മഹല്ലിലുള്ളവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ? വയസ്സന്മാരുണ്ടോ? ഇല്ല. പിന്നെ ആരാ പോകുന്നത്? ആർജവും ഊർജവും ആവേശവും നിന്നിട്ട് പൊറുതിയുമില്ലാത്ത ഒരു കൊച്ചു സംഘം. ഒരു പ്രദേശത്ത് നിന്ന് ഒരു ബസ് പോകുന്ന ഏറിയ 50-60 ആളാണ് അവിടെ എത്തുക. ആ പ്രദേശത്ത് 50-60 ആളെ നമുക്കുള്ളൂ. അപ്പം നമ്മളെ ചെറിയ ഒരു ശതമാനം ഇവിടെ വന്നിട്ടുള്ളൂ കൂട്ടരെ. നാം പ്രതിനിധാനം ചെയ്യുന്ന ഒരു വലിയ സംഘം കേരളത്തിലുണ്ട്. നമ്മളൊരു വോട്ട് ബാങ്കായി നിന്നിട്ട് നമ്മുടെ വോട്ടിൻ്റെ എണ്ണവും മൂല്യവും നമ്മൾ ലോകരെ പഠിപ്പിക്കാനും കാണിക്കാനും എന്നിട്ട് വല്ലതും നേടാനും ശ്രമിക്കാത്തത് കൊണ്ടാണ്
ശ്രമിച്ചാൽ നമുക്കും പേരും ചൂരും ഒക്കെ ഉണ്ടാവും. പക്ഷേ എൻ്റെ പ്രവർത്തകന്മാർ അതിനൊന്നും നിർബന്ധിക്കരുത്. നമുക്ക് കുറച്ചൊക്കെ നോക്കാക്കെ പറയും. നമ്മളിപ്പോൾ പോയാൽ മതി. നമ്മളെ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നൊരു സംസ്കാരമുണ്ട്, ചിട്ടയുണ്ട്, രീതിയുണ്ട്, മാർഗമുണ്ട്, സരണിയുണ്ട്, വരയുണ്ട്. അതിൻ്റെ അപ്പുറം അണുവിട ചലിക്കാൻ ഈ സംഘം തയ്യാറാകൂല, ഈ സംഘത്തെ കിട്ടൂല. ആ വിധത്തിൽ സഞ്ചരിക്കാൻ പാകപ്പെട്ട നമ്മുടെ സംഘം നമ്മളിവിടെ വളർന്നു വന്നിട്ടുള്ളതും പ്രതിനിധാനം ചെയ്തിട്ടുള്ളതും ചെറിയൊരു ശതമാനം. ഈ ഒരു ചെറിയ ശതമാനം വന്നിട്ടുള്ള കേരളത്തിലുള്ള ഒരുപാട് മഹല്ലുകളെ പ്രതിനിധാനം ചെയ്യുന്നവർ. എന്തിനാ ഇവിടേക്ക് എത്തിയത്? നമ്മളെ നാട്ടിലെങ്ങാനും വെച്ചുവിടാനോ ഈ സംഘങ്ങളും? എന്നാൽ നമുക്ക് ഒത്തിരിയൊക്കെ കേൾപ്പേണ്ടിണ്ടോ? നജീബുലൊരു പ്രസംഗവും സമുദൂലൊരു പ്രസംഗവും തങ്ങളെ പ്രസംഗമൊക്കെ അപ്പോൾ നമ്മൾ ഇത്ര കിട്ടും പാലക്കാട്ട് കൊണ്ടിനോ? ഇപ്പോൾ ഒന്നും നേടിയില്ല, പറയരുത്. ഞങ്ങളൊക്കെ എന്തിനാ വന്നത്? ചൈനങ്ങളും വന്നത് പ്രസംഗിക്കാനല്ല. നമ്മളൊക്കെ എന്തിനാ വന്നത്? ഞങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രസംഗിച്ചു തരാനോ? ഞാൻ തുടക്കം വന്ന് നിങ്ങൾക്ക് പ്രസംഗിച്ചു തരാൻ ഇങ്ങോട്ട് പാലക്കാട്ടേക്ക് മണ്ണുക്ക് വരണോ? അപ്പം ഞങ്ങളൊക്കെ പോകുന്നത് ഈ സംഘത്തിൻ്റെ സാന്നിധ്യം അറിയിക്കാൻ, ഇതിൻ്റെ ഉണ്മ അറിയിക്കാൻ. ഉണ്മയും സാന്നിധ്യവും അറിഞ്ഞിട്ട് വേണ്ടേ വേറെ പ്രവർത്തിക്കാൻ? നിങ്ങൾ മാത്രം നിങ്ങളുടെ കാൽക്കീഴിൽ മാത്രമുള്ള മണ്ണ് പരിശോധിക്കരുത്. കേരളത്തിൻ്റെ അനേകം ദിക്കിൽ നമ്മൾ അറിയാത്തതുണ്ട്. 1,00,000-ലധികം പോസ്റ്ററുകൾ പതിക്കാതെ വന്നത് വളരെ കുറഞ്ഞ 1000-ൽ താഴെ പോസ്റ്ററേ ഇവിടെ കിട്ടിയിട്ടുള്ളൂ. അതിപ്പോൾ നേരം കിട്ടാതെ ഞാൻ മിനിഞ്ഞാന്ന് നാദാപുരത്ത് പോയപ്പോൾ അവിടെ നല്ലൊരു കെട്ട് വേറെ ഓടിയോ പ്രവർത്തകന്മാർ കമ്മിയായ ഒരു സ്ഥലമുണ്ട്. നമ്മുടെ പ്രവർത്തകന്മാർ നെട്ടിച്ചിട്ട് തേക്കായിട്ട് നാദാപുരത്ത് ആവശ്യം ഉണ്ടാവും എന്ന് കരുതി അവിടെ കൊണ്ടുവന്നിട്ടതാ. ആ കെട്ട് ഞാൻ അങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നു. അത് ഇന്നേ ഇവിടെ എത്തിയിട്ടുള്ളൂ. ഇന്നലെ ഇവിടെ പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് എല്ലായിടത്തേക്കും നമ്മുടെ പ്രവർത്തകന്മാർ ഫോൺ വിളിച്ച് ചോദിച്ചു നോക്കുമ്പോൾ ഈ ഒട്ടിച്ചതിൻ്റെ അപ്പുറം ഒട്ടിക്കാൻ വേണ്ടി നോക്കിയിട്ടില്ല, കിട്ടിയില്ല. കിട്ടാഞ്ഞിട്ട് അവർ രണ്ടാമത് അടിക്കാൻ ഓർഡർ ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് അവിടെയും ഇവിടെയൊക്കെ കുറച്ച് കിട്ടിയത്. ആ കിട്ടിയത് ഏറ്റവും ഒപ്പിച്ച് കഴിഞ്ഞാൽ അടിച്ചുകൊള്ളണമെന്ന് എനിക്കറിയില്ല. വളരെ പണിപ്പെട്ടിട്ടുണ്ട് അവർ. ഈ 1,00,000-ലധികം പോസ്റ്ററുകൾ ചെറുതും വലുതുമായിട്ട് അതിലപ്പുറം 1,00,000-ഓളം പോസ്റ്റർ നമ്മുടെ പ്രവർത്തകരാ ഒട്ടിച്ചത്. 1,00,000 പോസ്റ്റർ കോടിക്കണക്കിന് വിശാലതയുള്ള ഈ സ്ഥലത്ത് എവിടെ കാണാനാ? അത് എന്നൊട്ടിച്ച് ഇവിടെ കാണാത്ത കുഞ്ഞാലി പറഞ്ഞാൽ അവിടുന്ന് കെട്ടിട്ട് നോക്കിയിട്ട് കണ്ടില്ല. അതെൻ്റെ പ്രവർത്തകന്മാർ വിഷമിക്കണ്ടേല്. ഞാനിപ്പോൾ മണ്ണാർക്കാടെന്ന് കണ്ടിട്ട് വരെ നോക്കുമ്പോൾ ഒരൊറ്റ സ്ഥലത്തും ഇല്ലാത്തതില്ല. അവിടേക്കൊക്കെ പോകാൻ അവിടെ നിന്ന് നമ്മളെ ആൾക്കാരില്ല. ഞാൻ നോക്കുമ്പോൾ ചോരുമലൊക്കെ എഴുതിക്കണേ. ചോരൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പോരാൻ കുറച്ച് പണി. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നോക്കിയും കണ്ട് ചിലപ്പോൾ സംസാരിക്കുമ്പോൾ നമ്മളിത് കാണില്ല. അങ്ങനെ കണ്ടു നോക്കിയാൽ കോഴിക്കോട് നഗരം മുതൽക്ക് ഓരോരോ നഗരത്തിലും അത്യാവശ്യം 1,00,000 പോസ്റ്റർ എത്തിക്കാൻ പറ്റുന്നിടത്ത് നമ്മുടെ പ്രവർത്തകന്മാർ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് ബഹുമാനപ്പെട്ട തങ്ങളും ഞാനും സമുദൂലൊക്കെ ആയിരുന്നെങ്കിൽ കഴിയില്ല. ഈ 30-ാം വാർഷിക സമ്മേളനം നമ്മൾ നടത്തുകയാണെങ്കിൽ കഴിയില്ല. അപ്പോൾ കഴിഞ്ഞ 10-ാം പൊതുസഭയിൽ ഞങ്ങൾ തൽക്കാലം ആ ഭാരവാഹിത്വത്തിൽ നിന്നും മാറി പുതിയ ഒരു ടീമിനെ, നല്ല രക്തിപ്പുള്ള ഒരു ടീമിനെ, വളരെ കാലം ഈ സംഘത്തിന് വേണ്ടി പ്രവർത്തിച്ച് പാഠവും പരിചയവും വന്നിട്ടുള്ള ഒരു ടീമിനെ ഈ സംഘത്തിൻ്റെ ഭാരവാഹിത്വം ഏൽപ്പിച്ചതിലെ അർത്ഥം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകും. ഇതുപോലെ സംഘടിക്കാൻ ഞങ്ങളിപ്പോൾ എന്നാ വരുന്നത്? ശനിയാഴ്ച രാവിലെ. ഇങ്ങനെ കഴിയുമോ ഈ ഒരു സമ്മേളനം നടത്താൻ? ഈ ഭാരവാഹിത്വമില്ലാതെ ഇവരിറങ്ങിയിട്ടില്ല. എനിക്ക് ഞാൻ കൊടുക്കേണ്ടി വരും, തങ്ങളും നിൽക്കേണ്ടി വരും. ഞാൻ നിൽക്കുമ്പോൾ പിന്നെ ഞാൻ തങ്ങളെയും കൊണ്ട് എനിക്കൊരു ആൾ വേണ്ടേ സ്വർക്കാനോ നേരം പകരം നിർബന്ധിച്ചിട്ട് തങ്ങളും പോരും. പാണക്കാട്ടെ ഏതെങ്കിലും തങ്ങന്മാരെ കിട്ടും. അങ്ങനെ നമ്മളെ തങ്ങൾക്ക് ഒരു കുറവുമില്ല. ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി ഒരു പണ്ടേ കാലത്ത് ശൈഖുനയും ശംസുലമയും ഭരിച്ചിരുന്ന ഒരു സംഘത്തിൽ മുഷാവറ മെമ്പറായിട്ടും സെക്രട്ടറി ആയിട്ടും പ്രവർത്തിച്ച ഒരു സയ്യിദ്, അതും പാണക്കാട് കുടുംബത്തിൽ തെളിഞ്ഞ ഒരു സയ്യിദ് അഷ്റഫുൽ ഖൽക്കിൻ്റെ 40-ാമത്തെ പൗത്രൻ കൃത്യം. ആ തങ്ങൾ അവറുകളെ നമ്മളൊപ്പം ഈ ജാതി കളിക്ക് കിട്ടുന്നുണ്ട് ഓരോരോ സംഗതിക്കും. ഇന്നിപ്പോൾ തങ്ങൾ അധ്യക്ഷനാണ്. ഉദ്ഘാടകം വേറെ 2 ആളെ പറഞ്ഞയച്ചു. അവർക്ക് ഇപ്പോൾ ഉദ്ഘാടനം കൊടുക്കാൻ പറ്റിയല്ലോ. അപ്പം നമ്മൾ ഉദ്ഘാടനത്തിന് ആക്കി തങ്ങളെ. അപ്പോൾ അതാ ദാറുസുന്നിയിലും മറ്റൊക്കെ ചിലപ്പോൾ യോഗം ഉണ്ടാകുമ്പോൾ സ്വാഗത പ്രസംഗത്തിന് ആളുണ്ടാവില്ല. എന്നാൽ തങ്ങൾ നമ്മൾ റെഡിയല്ലേ സ്വാഗതത്തിന് ഉദ്ഘാടനത്തിന് പ്രസംഗിക്കാനും എപ്പോൾ പിടിച്ച് പറഞ്ഞാലും എപ്പോഴായാലും മാറ്ററിൻ്റെ പ്രശ്നമല്ലല്ലോ. അത് അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു വലിയ നേതാവാ ഇക്കഴിഞ്ഞ 30 വർഷം നമ്മുടെ സംഘത്തെ നയിച്ചത്. ആ നേതാവിൻ്റെ കൂടെ ഒരു ഹാദ്യമായി ഞാനും ആയിരുന്നെങ്കിൽ എവിടെത്തും? അപ്പം എൻ്റെ പ്രവർത്തകരെ നിങ്ങൾ ഉണരണം. പുതിയ നേതൃത്വത്തിന് കീഴിൽ നിങ്ങൾ സജീവമാകണം. നിങ്ങളുടെ തലമുറയും നിങ്ങളുടെ താഴെയുള്ള കുട്ടിത്തലമുറയും ഞങ്ങളോടൊപ്പമുള്ള തലമുറയും ഞങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞ തലമുറക്കുമൊക്കെയും നമ്മുടെ സംഘത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ, നമ്മുടെ ആശയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, നമ്മുടെ മഹത്തുക്കളായ താജുല്ലുലമയും ശംസുല്ലുലമയും പ്രതിനിധാനം ചെയ്യുന്ന സത്യമെന്താണോ ആ സത്യാശയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ SYF മാത്രമേ ഉള്ളൂ. കേരള സുന്നി ജമാഅത്ത് അത് പൊതു അജണ്ടയുടെ അടിസ്ഥാനത്തിലുള്ള താൽക്കാലിക പ്ലാറ്റ്ഫോമാണ്. അത് ഉദ്ദേശിച്ച ബന്ധമല്ല.
അത് വേറൊന്ന്. അത് അവിടെ എത്തുമ്പോൾ നമ്മൾ അവിടെ പ്രസംഗിക്കും വേറെ. പക്ഷേ ഇവിടെ നമ്മൾ പ്രസംഗിക്കുന്നത് താജുൽ ഉലമയുടെയും ശംസുൽ ഉലമയുടെയും റോളിൽ അവർ കാണിച്ചു തന്ന വഴിയില്ല. അത് ആ വഴിയിൽ തന്നെ സംസാരിക്കും, ആ വഴിയിൽ തന്നെ നമ്മുടെ സംഘം പോകും. നേരെ മറിച്ച് എല്ലാവരും പ്ലാറ്റ്ഫോമിൽ അവിടെ കുളം കലക്കൂല. നമ്മൾ അവിടെ എല്ലാവർക്കും ഒത്ത രീതിയിൽ ആ പ്ലാറ്റ്ഫോം ഉദ്ദേശിക്കുന്നു നോക്കിയാൽ അതാ നമ്മളെ നലി. ഞാനിപ്പോൾ ഈ കർണാടകയ്ക്കും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒക്കെ പോണ് ആരുതാ ഞങ്ങൾ വിചാരിച്ചത്. ഞാൻ വരണമെങ്കിൽ സമസ്തൻ്റെ പേര് പറ്റൂല എന്ന് പറഞ്ഞാൽ ഒരു സമസ്തൻ്റെ പേര് നോക്കി വല്ല നുസ്രത്തുൽ ഇസ്ലാം സംഘം വല്ല നുസ്രത്തുൽ അനാം സംഘം ഒന്ന് ഉണ്ടാക്കി കൊണ്ടുപോകും. മദ്രസ സമസ്തൻ്റെ SKSSF ഉണ്ടാക്കുക. SKSSF SBS ഉണ്ടാക്കുമ്പോൾ ആ പേര് എനിക്ക് പോരാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ഓലപ്പം നുസ്രത്തുൽ മസാക്കീൻ സംഘം, നുസ്രത്തുൽ അനാം സംഘം, നുസ്രത്തുൽ. അപ്പോൾ നമ്മളെ നുസ്രത്തിനൊരു പേരാണ്. ആ നുസ്രത്തിൻ്റെ പേരിട്ടൊരു നുസ്രത്ത് ഉണ്ടാക്കൂല. നിങ്ങൾ നോക്കി കർണാടകയിൽ ചെന്നാലേ അറിയുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ കർണാടകയിൽ പോകുന്നത്. അതൊക്കെ മുടക്കാൻ എത്ര ആളാ കണ്ണിനുന്നയിച്ച് കാത്തുത്തിരിക്കുന്നത്. അതൊക്കെ നമ്മുടെ സംഘത്തിന് വേണ്ടി നമ്മുടെ സംഘത്തിൻ്റെ ഉലമാക്കൾ പഠിപ്പിച്ചു തന്ന വായിക്കൂലൂടെയാണ്. ഷെയ്ഖുനെയാണ് അവിടെയൊക്കെ വയലേൽക്കൽ. വയലിന് പോയാൽ വയലേ പറഞ്ഞുവിടൂ, ഗണ്ണനത്തിന് പോയാൽ ആ ഗണ്ണനെ നടത്തിവിടൂ, സംസ്ഥാനത്ത് പോയാൽ സംസ്ഥാനേ പോരാ. ഇതാണ് താജുൽ ഉലമ ഷെയ്ഖുനായുടെ കൂടെ 7 കൊല്ലം നിഴല് പോലെ പിന്തുടർന്നതിൽ നിന്നും ഞാൻ പഠിച്ച പാഠം, ഷെയ്ഖുന പകർന്ന പാഠം. ആ പാഠത്തിൽ നിന്ന് അപ്പുറം തെറ്റാൻ SYF-നെയും നമ്മുടെ സംഘത്തെയും കാക്കേണ്ട, ഒരിക്കലും തെറ്റുകയുമില്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ സംഘത്തെ ഉത്തരോത്തരം റബ്ബ് വിജയിപ്പിക്കുമാറാവട്ടെ. റഹ്മാനും റഹീമുമായ തമ്പുരാനെ, ഞങ്ങളുടെ പ്രവർത്തകന്മാർ വളരെ വിദൂര ദിക്കുകളിൽ നിന്ന് വന്നവരാണ്, സ്റ്റേറ്റ് കടന്ന് അപ്പുറത്ത് നിന്ന് വന്നവർ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ഉദ്ദേശം നീ അറിയും, ഞങ്ങളുടെ മഹത്തുക്കളായ നേതാക്കളെയും നീ അറിയും. നിന്റെ ഭക്തന്മാരും മുത്തക്കികളും ഉറവുള്ളവരുമായ ഞങ്ങളുടെ നേതാക്കളെയാണ് ഞങ്ങൾ പിന്തുടർന്നത്. ആ നേതാക്കളെ പിന്തുടരുന്നതിൽ ഞങ്ങൾ എന്ത് പ്രതീക്ഷ വെച്ചാണോ ഞങ്ങൾ അവരുടെ പിന്നാലെ കൂടിയതെങ്കിൽ ഞങ്ങൾക്ക് ആ റജാനി പുലർത്തണേ റഹ്മാനെ, ഞങ്ങളുടെ ആശ നീ നിറവേറ്റി തരണേ റഹ്മാനെ. മഹാനായ താജുൽ ഉലമയുടെയും ശംസുൽ ഉലമയുടെയും കൂടെ സ്വർഗലോകത്ത് പ്രവേശിക്കാനും അവരുടെ കൂടെ തന്നെ പുന്നാര നബിയുടെ കൂട്ടത്തിലും സുംറയിലും പെടാനും നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളിലുള്ള വയസ്സു ചെന്ന ഞങ്ങളുടെ മശായിഖുമാർ ഗുരുവര്യന്മാരായ നേതാക്കന്മാർക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ റഹ്മാനെ. ശാരീരികമായും മാനസികമായും പലവിധ രോഗങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്ന അവർക്ക് നീ ആരോഗ്യ പ്രശ്നങ്ങൾ മനസ്സിൽ നൽകരുതേ റഹ്മാനെ. ശാരീരിക രോഗങ്ങളിൽ നിന്നും നീ അവർക്ക് മോചനം നൽകണേ റഹ്മാനെ. മരിക്കുന്ന സെക്കൻഡ് വരെ ഇൽമു കൊണ്ട് ജോലിയാകാൻ, ദർസ് നടത്തി ജോലിയാവാൻ, ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ ഓർമ്മശക്തിയും മനഃശക്തിയും ഹിമ്മത്തും തൗഫീഖും നീ അവർക്ക് നൽകണേ റഹ്മാനെ. ജംഇയ്യത്തുൽ ഉലമായുടെ പ്രഗത്ഭനായ പ്രസിഡന്റും സെക്രട്ടറിയും വരെ നമ്മുടെ ഈ സമ്മേളനത്തിലില്ല. റഹ്മാനും റഹീമുമായ തമ്പുരാനെ, ആരോഗ്യ പ്രശ്നങ്ങളാണ്, രോഗത്തിലാണ്. ആ രോഗികളായ ഞങ്ങളുടെ നേതാക്കൾക്ക് നീ ദീർഘായുസ് നൽകണേ റഹ്മാനെ, ആഫിയത്തു നൽകണേ റഹ്മാനെ. അവരേതൊരു നേതാക്കളെ പിൻപറ്റിക്കൊണ്ടാണോ ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്നതെങ്കിൽ ആ നേതാക്കളുടെ വഴിയെ ചരിക്കാനും ഞങ്ങൾക്ക് നേതൃത്വം നൽകാനുമുള്ള എല്ലാ കർമ്മശേഷിയും ഊർജവും നീ അവർക്ക് നൽകണേ റഹ്മാനെ. അവർക്ക് പിന്നിൽ സംഘടനാ പ്രവർത്തനം സംഘടനാപരമായി തന്നെ പ്രവർത്തിക്കാനും ആശയങ്ങൾ ശരിക്കും പ്രതിഫലിപ്പിക്കാനും നിന്റെ അഹ്ലു സുന്നത്തിൻ്റെ ശരിയായ സത്യാശയങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ വെക്കാനും റഹ്മാനും റഹീമുമായ തമ്പുരാനെ, കേരളത്തിൽ കഴിവില്ലാത്ത, സമ്പത്തില്ലാത്ത, സാങ്കേതിക സൗകര്യങ്ങളില്ലാത്ത ഈ പാവപ്പെട്ട സംഘമാണുള്ളത്. അതാണ് ഞങ്ങളുടെ നിലപാട്. ഞങ്ങളെങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്, ആ പ്രതീക്ഷ ആശ നീ ഞങ്ങളെ സംബന്ധിച്ച് പുലർത്തണേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ അതിനുള്ള എല്ലാവിധ ശേഷിയും നൽകണേ റഹ്മാനെ. ഞങ്ങളോട് വിവരക്കേട് കാണിക്കുന്നവർക്കും നീ ഹിദായത്ത് നൽകണേ റഹ്മാനെ. ഇന്നല്ലെങ്കിൽ നാളെ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ സത്യസരണിയിലേക്ക് കടന്നു വരാൻ അവരനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ സത്യസരണിയിൽ നീ ഞങ്ങളെ അചഞ്ചലമായി ചരിപ്പിക്കണേ റഹ്മാനെ, ചരിപ്പിക്കണേ റഹ്മാനെ, സഞ്ചരിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ നേതാക്കന്മാരോടൊപ്പം തന്നെ കൂടി നേതാക്കന്മാരുടെ കൂടെ സ്വർഗീയ ലോകത്ത് പ്രവേശിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും, ഞങ്ങൾ സ്നേഹിക്കുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങൾ കടപ്പെട്ട, ഞങ്ങളോട് കടപ്പെട്ട എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. വളരെ വലിയ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സഹോദരന്മാരും സുഹൃത്തുക്കളും ഇവിടെ സമ്മേളനത്തിന് വന്നപ്പോഴും അല്ലാതെയും പല നാടുകളിലുള്ളവരും അല്ലാത്തവരും റഹ്മാനും റഹീമുമായ തമ്പുരാനെ ഞങ്ങളെ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. ഈ സദസ്സിൽ വെച്ച് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവർ, ഭക്ഷണമായി തന്നവർ, ഭക്ഷണത്തിന് വേണ്ടി പണം തന്നവർ, ഗൾഫ് നാടുകളിൽ നിന്ന് ഞങ്ങളുടെ നേതാക്കന്മാർ ഭാരവാഹികൾ പോയപ്പോൾ അവരെ സഹായിച്ചവർ, പല വിധത്തിലും ഈ സംഘത്തിന് വേണ്ടി പ്രവർത്തിച്ചവർ,
അവരുടെ സ്വന്തം ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിലും വളരെയധികം സമയം കണ്ടെത്തിക്കൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ കൂരിരുട്ടത്ത് നേരം വെളുക്കുവോറും പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് നടന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ അനുജന്മാർ, റഹ്മാനും റഹീമുമായ തമ്പുരാനെ, നീ അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. അവരുടെ ജീവിതത്തിൽ നീ ബറക്കത്ത് ചൊരിയണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ നീ ബറക്കത്ത് ചൊരിയണേ റഹ്മാനെ. നീ പൊരുത്തപ്പെടുന്ന അടിയങ്ങളിൽ ഞങ്ങളെയും അവരെയും നീ പെടുത്തി നിന്റെ ദീനിൻ്റെ ഹാദിമുകളും സേവകരും നിന്റെ ദീനിൻ്റെ ശരിയായ സരണിയിലും മുസ്തഖീമായ സിറാത്തിലും സഞ്ചരിക്കുന്നവരുമാക്കി നീ ഞങ്ങളെ കബൂലാക്കണേ റഹ്മാനെ. ഈ സംഘത്തെ നീ ഖിയാമത്ത് നാൾ വരെ ഞങ്ങളുടെയൊക്കെ തലമുറകൾ കഴിയുന്നത് വരെയും അതിനുശേഷവും ഖിയാമം വരെ സത്യത്തിൻ്റെ മേൽ വിജയിച്ചു നിൽക്കുന്ന സംഘമെന്ന് പറഞ്ഞ ആ സംഘമാക്കണേ റഹ്മാനെ. ഒരു പരീക്ഷണവും ഒരു ദുരിതവും ഈ സംഘത്തിന് നേരെ തരരുതേ റഹ്മാനെ. ഒരുമയുള്ള മനസ്സോടുകൂടെ ഈ സംഘത്തിൻ്റെ പ്ലാറ്റ്ഫോമിലും ഈ സംഘത്തിൻ്റെ വേദിയിലും ഒത്തുകൂടാൻ ഞങ്ങളുടെ ഉലമാക്കൾക്കും ഞങ്ങളുടെ പ്രവർത്തകന്മാർക്കും ഖിയാമത്ത് നാൾ വരെ ഞങ്ങളുടെ പിൻതലമുറയിൽ വരുന്ന ഞങ്ങളുടെ പിന്മുറക്കാർക്കും നീ തൗഫീഖും അവസരവും നൽകണേ റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين السلام عليكم ورحمة الله. അടുത്തത് നന്ദി പ്രകാശനമാണ്. അതിനു മുമ്പ് ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. നമ്മുടെ ഈ സമ്മേളനം അവസാനിക്കുന്നതിൻ്റെ ഉടനെ തന്നെ ഡെലിഗേറ്റ് മീറ്റ് ആരംഭിക്കുകയാണ്. ഇവിടെ വെച്ച് തന്നെ നമ്മുടെ പ്രതിനിധികൾ ആരും തന്നെ പോകരുത്. എത്രയും പെട്ടെന്ന് ഈ സ്റ്റേജിൻ്റെ മുന്നിൽ എത്തിച്ചേരണം. നമുക്ക് ഒരല്പസമയമെങ്കിലും ഇതിന് ഒരല്പം സംസാരിച്ചതിൻ്റെ ശേഷമാണ് നിങ്ങൾ പോകാവൂ. അതുകൊണ്ട് പ്രതിനിധികൾ മുഴുവനും ഇവിടെ എത്തിച്ചേരണമെന്നറിയിക്കുന്നു. നന്ദി രേഖപ്പെടുത്താൻ നമ്മുടെ സ്വാഗത സംഘത്തിൻ്റെ കൺവീനർ കെ സുലൈമാൻ, ഡോക്ടർ കെ സുലൈമാൻ സാഹിബ് അവറുകളെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ സംഘടനയുടെ 30ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ഇവിടെ അവസാനിക്കുകയാണ്. ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നീണ്ട 30 വർഷക്കാലം നമ്മുടെ സംഘടനയെ നയിച്ച ബഹുമാനപ്പെട്ട തങ്ങൾ അവറുകൾക്ക് സ്വാഗത സംഘത്തിൻ്റെ പേരിലും SUF-ൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച നമ്മുടെ കരുത്തരായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സഖാഫ് തങ്ങൾ അവർകൾക്കും ഈ കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ സമ്മേളനത്തിൽ വളരെ സുദീർഘമായി പ്രസംഗിച്ച തമിഴ്നാട്ടിലെ പ്രമുഖ പണ്ഡിതൻ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷബീർ അലി അസ്രത്ത് അവർക്ക് ഈ സംഘടന പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ ഇവിടെ പ്രസംഗിച്ച വെല്ലൂർ ബാക്യത സാലിയ അറബിക് കോളേജ് വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് അസ്രത്ത് അവർക്കും ഈ സംഘടനയുടെ പേരിലും സ്വന്തം പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ ഇവിടെ പ്രസംഗിച്ച നമ്മുടെ SYF-ന് വളരെ കരുത്തല്ലാത്ത ഈ പാലക്കാട് ജില്ലയിൽ ഈ പാലക്കാട് ഇത്ര വലിയ സമ്മേളനം സംഘടിപ്പിക്കാൻ വളരെയധികം സഹായിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട മുക്തർ അസ്രത്ത് അവർക്കും ഈ സംഘടന പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.